വയസ്സിലാണ് ശരിക്കും മോള് ഫസ്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ചെയ്യുന്നത്? ജസ്റ്റ് ടി വിയിൽ കാണാൻ വേണ്ടി ഒരു ഷോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കുഞ്ഞിനെ വളരെ ചെറുതായിട്ട് കണ്ടതാണ് കേട്ടോ. ഇപ്പോൾ അവള് വളർന്ന് ഇത്രയും മെച്ചൂർഡായിട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇരിക്കാൻ വയ്യാത്ത സന്തോഷം. വേണ്ട, ഇനി പഠിത്തം മതി. അപ്പൊ രാത്രി ലിറിക്സ് ഞാൻ എഴുതി പഠിക്കും. അല്ല, മോളെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവില്ല. അമ്മക്ക് പാട്ടൊന്നും ആദ്യം അറിയില്ലായിരുന്നേ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പാടുമ്പോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്ത് മിസ്റ്റേക്കാന്ന് അറിയില്ല, പക്ഷെ അവിടെ എന്തോ എന്ത് രസമായിട്ടാ പാടണേ. എന്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഭയങ്കര ബഹളമായി. മനസ്സിലായി. ഞാൻ എല്ലാവരുടെ അഡ്വൈസും നന്നായിട്ട് കേട്ട് മനസ്സിൽ വെക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ തോന്നിയൊരു പെർഫോമൻസ്? ഇപ്പൊ സ്റ്റാർ സിംഗറിൽ ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഉള്ള ഒരാളാണോ ബേസിക്കലി? തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിംഗറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? നല്ല പേഷ്യൻസ്. ചേച്ചി എന്തായിരിക്കും ചെയ്യാ? ചിത്ര എന്ന് പറഞ്ഞു. ഞാൻ ഒറിജിനലിന് ശേഷം ഇങ്ങനത്തെ ഒരു വേർഷൻ കേട്ടിട്ടില്ല. പ്രണയം ഹലോ എവ്രിബഡി, വെൽക്കം ടു ലെറ്റ്സ് ബി റിയൽ വിത്ത് അശ്വതി അശോക് വിശാൽ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വളരെ ഫേവററ്റ് ആയിട്ടുള്ള, വളരെ പ്രിയങ്കരി ആയിട്ടുള്ള ഒരാളാണ്. പാട്ടിലൂടെ തന്നെ, സംഗീതത്തിലൂടെ തന്നെ നമ്മുടെ മുന്നിൽ കളിച്ച് ചിരിച്ച് വളർന്ന് എന്നും പാട്ട് തന്നെയാണ് ഇയാളുടെ ജീവിതം. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം കൃഷ്ണശ്രീ. വെൽക്കം ടു ദ ഷോ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞതാണ് കൃഷ്ണശ്രീയെ ഷോയിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അത്രയും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. കുഞ്ഞിലേ തൊട്ട് ഞങ്ങൾ കണ്ടുവരാണ്. എങ്ങനെയുണ്ട് സംഗീത ജീവിതം ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ? ഇപ്പൊ സ്റ്റാർ സിംഗറിന്റെ ഒരു സെമി ഫൈനൽ ഫിനാലെ സ്റ്റേജിലാണ് നിൽക്കുന്നേ. അപ്പൊ കൊറേ സന്തോഷമുണ്ട്. എത്ര വയസ്സിൽ ശരിക്കും മോള് പാടി തുടങ്ങിയേ? പാടി തുടങ്ങി ഒരു 3-4 വയസ്സിൽ പാടി തുടങ്ങി. ഷോസ്, റിയാലിറ്റി ഷോസ് തുടങ്ങിയത് 10 വയസ്സിൽ. 10 വയസ്സിൽ. അപ്പൊ തൊട്ടേ പാട്ട് പഠിച്ചു തുടങ്ങിയോ? എത്ര വയസ്സിലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയേ? 4 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴേക്കും പാട്ട് പഠിക്കാൻ തുടങ്ങി അല്ലേ? ഒരുപാട് അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം ഇത്രയും വർഷം, ഇപ്പൊ +2 അല്ലേ? ഇത്രയും വർഷം എത്തി നിൽക്കുമ്പോൾ പാട്ട് കൂടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്ത് തോന്നുന്നു സംഗീതം കൂടെ നിൽക്കുമ്പോൾ? എന്ത് ഫീലിംഗാ തോന്നുന്നേ? ഞാനത് ചോദിക്കാൻ കാര്യം, ചിലര് നമ്മൾ പാട്ട് പാടുന്ന ഇടയ്ക്ക് ബ്രേക്ക് വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അതില്ലാതെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഇതുവരെ. പഠിത്തവും അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും ഒരു ബ്രേക്ക് എടുക്കും. അതൊന്നുമില്ല, കൂടെ തന്നെ കൂട്ടിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? എന്താന്ന് ഫസ്റ്റ് ഷോ ചെയ്ത് തുടങ്ങിയപ്പോൾ ചെറുതായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ടി വിയിൽ കാണാൻ വേണ്ടി ഒരു ഷോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇനിയും തോന്നും, ഇനിയും നമുക്ക് ഷോ ചെയ്യണം. അങ്ങനെ എനിക്ക് സ്റ്റിൽ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ടി വിയിൽ പാടുക അങ്ങനെയൊക്കെ. പിന്നെ അച്ഛനും അമ്മയും ഭയങ്കര, അവർക്ക് ഇത് തന്നെയാ ഇഷ്ടം. അവരെ സപ്പോർട്ടാന്ന് തോന്നുന്നു അല്ലേ ഏറ്റവും കൂടുതൽ? അല്ലെങ്കിൽ സാധാരണ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സമയത്തും അച്ഛനും പറയും വേണ്ട ഇനി പഠിത്തം മതി, അങ്ങനെ പറഞ്ഞുള്ള ഇത് ഉണ്ടായിട്ടുണ്ടാവും? അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ +2 എക്സാംസ് എനിക്ക് +1 എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാരും പറഞ്ഞു അതല്ല ഷൂട്ടൊക്കെ നിൽക്കട്ടെ, എക്സാം എഴുതാം. അപ്പൊ അച്ഛൻ അമ്മയും പറഞ്ഞു എക്സാം അടുത്ത വല്ലതും എഴുതാം, എക്സാം ആയിട്ട് എഴുതി തീർക്കാം, ആദ്യം നമുക്ക് ഇത് കൊണ്ടുപോവാന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താ അമ്മ എന്താ അച്ഛാ അങ്ങനെ നിങ്ങൾക്ക് മാറ്റി പറയാൻ ചിന്തിക്കാൻ പറ്റുന്നത്? ശരിക്കും അവിടെ അമ്മേനോട് ചോദിക്കണ്ടേ? എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയുന്ന പാരന്റ്സ് കുറവല്ലേ ശരിക്കും? അല്ല, മോളെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവില്ല അല്ലേ? എപ്പോഴെങ്കിലും അത് എന്തായിരിക്കും, എന്താ അതിന്റെ ഒരു കാരണം ഉണ്ടായിരുന്നു? അച്ഛനും അമ്മയ്ക്കും പാടാൻ അറിയില്ല, പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് ചേച്ചീനെ ഒരു പാട്ടുകാരിയാക്കണം എന്നായിരുന്നു. പിന്നെ ചേച്ചിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി ഓട്ടോമാറ്റിക്കലി സ്റ്റഡീസിലേക്ക് മാറി. അപ്പൊ പിന്നെ ഞാനായിരുന്നല്ലോ ഓപ്ഷൻ. എന്നെ പാട്ട് പഠിപ്പിച്ചു. നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടവുമായിരുന്നു അല്ലേ? ആരായിരുന്നു ഗുരു സംഗീതത്തില്? ഇപ്പൊ എന്റെ ഗുരു സതീഷ് ബാബു സാറാണ്, കോഴിക്കോടുള്ള. സാറിന്റെ അടുത്ത് പോയി സ്റ്റാർ സിംഗറിലേക്കുള്ള പാട്ടാണെങ്കിലും ആദ്യം ഞാൻ സാറിന്റെ അടുത്ത് പോയി പഠിക്കും. എന്നിട്ട് ഇവിടെ വന്നാൽ വീണ്ടും ഇവിടുത്തെ മെന്റേഴ്സ് ഒന്നുകൂടെ അതിന്റെ മേലെ പോളിഷ് ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പാട്ടും അല്ലെങ്കിൽ ഈ ഒരു ലൈം ലൈറ്റും
പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും കളിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനും ഒക്കെ സമയം കിട്ടാറുണ്ടോ? സ്കൂളിംഗ് ആണ് ഞാൻ ഭയങ്കര മിസ് ചെയ്തത്. സ്കൂൾ ലൈഫ് ഞാൻ കംപ്ലീറ്റ്, ഞാനൊരു 4ാം ക്ലാസ് വരെയൊക്കെ ശരിക്കും പോയിട്ടുള്ളൂ സ്കൂളിൽ പോയിട്ടുള്ളൂ. ശരി. അതിനുശേഷം ഈ ഷോസ് ഒക്കെ ആകുമ്പോൾ സ്കൂളിൽ പോവാം 1-2 ആഴ്ചയൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ, പക്ഷെ അങ്ങനെ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല, എപ്പോഴെങ്കിലും അല്ലേ പോകുന്നത്. അപ്പൊ അതിടക്ക് ഭയങ്കര മിസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ചെറുപ്പത്തിലേ കിട്ടിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഓക്കെ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ ക്ലാസ്സിൽ? ക്ലാസ്സിലിപ്പോൾ എനിക്ക് അങ്ങനെ അത്ര അറിയുന്ന കുട്ടികളില്ല. ഞാൻ ഇപ്പം ഒട്ടും പോവാറില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ അറിയുള്ളൂ. അങ്ങനെ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു, വല്ലപ്പോഴാണല്ലോ മാവേലിയായിട്ടൊക്കെ പോണേ, അപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാ? ആദ്യമൊക്കെ എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നില്ലായിരുന്നു. ക്ലാസ്സിൽ വരുമ്പോൾ അങ്ങനെ എല്ലാവരും എന്നെ പറ്റി വിചാരിച്ചു. പിന്നെ കുറച്ച് സംസാരിച്ച് വന്നപ്പോൾ എല്ലാവരും കൂട്ടായി. ഇപ്പൊ ഓക്കെയാ. ടീച്ചേഴ്സിന്റെ ഒക്കെയോ? ടീച്ചേഴ്സിന് തന്നെ ഞാൻ LKG മുതലേ സെയിം സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഇപ്പോഴും അതേ സ്കൂളിലാണ്. അതുകൊണ്ട് ടീച്ചേഴ്സിന് എല്ലാവർക്കും എന്നെ പണ്ട് മുതലേ അറിയുന്നത്, ഫേവറേറ്റ് ആണ്. കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു പാട്ടൊക്കെ ഒരു ഷോന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ്, മോളാണോ സെലക്ട് ചെയ്യാറുള്ളത്? അല്ല, മെന്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് തരിക ചെയ്യാം. അല്ലാതെ ഒരു പാട്ട് ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് കൃഷ്ണശ്രീ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു പാട്ട് പാടുകയാണെങ്കിൽ അതിൻ്റെ ലിറിക്സ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ സംഗീതമാണോ, എന്താ അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കാറുള്ളത്? നമ്മൾ രണ്ടും ഒരുപോലെ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ഒരുപാട് കേൾക്കും, അത്ര കേട്ട് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ അത് രജിസ്റ്റേർഡ് ആവും എന്തൊക്കെയാ. പിന്നെ സോങ് സെലക്ഷനിൽ എനിക്ക് പൊതുവെ മെലഡീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടുന്നത് എപ്പോഴും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറ് അങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ പാട്ടുകൾ കുറച്ചധികം ഇഷ്ടമുള്ള ആളാണ്. അങ്ങനത്തെ സെലക്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ഈ എന്താ പറയുക, ടെക്നിക്കലി ഞാൻ കൃഷ്ണശ്രീയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതിലും കേട്ടറിവിലും ടെക്നിക്കലി വളരെ ഡിഫിക്കൾട്ടായ സോങ്സ് ചൂസ് ചെയ്ത് അത് വലിയ പ്രഷറൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കേട്ടിട്ടില്ലേ. ഹൗ ഡു യു ഡു ദാറ്റ്? ഇസ് ദർ എനി ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഓക്കെ, നമ്മൾ ഭയങ്കര പാട്ടാണ്, ഹെവിയാണ് നമ്മൾ എടുക്കാൻ പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ അത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ. മറിച്ച് നമ്മൾ ഓക്കെ, നമ്മൾ സാധാ ഒരു പാട്ടാന്ന് നമ്മളെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ടഫ് പാട്ടായാലും ഓക്കെ, നമ്മൾ കൂളായിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കൂളായിരിക്കും. അതിന്റെ പ്രോസസ്സ് എങ്ങനെയാ? ഫസ്റ്റ് ഞാൻ ലിറിക്സും ട്യൂണും ജസ്റ്റ് റഫായിട്ട് ലേൺ ചെയ്യും. പിന്നെ എനിക്ക് മെന്റേഴ്സ് പഠിപ്പിച്ചു തരും. അല്ലാതെ നോർമലി കൃഷ്ണശ്രീ ഒരു പാട്ട് പഠിക്കുക എങ്ങനെയാ? നോർമലി പഠിക്കുക, ഞാൻ രാത്രി പഠിക്കുന്ന ആളാണ്. അപ്പൊ രാത്രി ലിറിക്സ് ഞാൻ എഴുതി പഠിക്കും. എഴുതി പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് രജിസ്റ്റേർഡ് ആവും. രാത്രി എഴുതി പഠിക്കും. അത് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ടിപ്പാണ്. രാത്രി എന്നില്ല, എപ്പോ വേണമെങ്കിൽ നമുക്ക് എഴുതാം. എനിക്ക് കുറച്ചുകൂടെ രാത്രി പഠിക്കാൻ ഇഷ്ടമുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ എഴുതി വെച്ചാല് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മെമ്മറിയിൽ ആ ലിറിക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ട്യൂൺ നമ്മൾ സാധാ പഠിക്കുന്ന പോലെ പഠിക്കുക. നെക്സ്റ്റ് രാവിലെ എണീക്കുമ്പോഴേക്കും ആ പാട്ട് സെറ്റ് ആയിരിക്കും. ഇത് പറഞ്ഞ കറക്റ്റ് ടെക്നിക്കാണ്. എന്താ വെച്ചാൽ ഞാൻ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒരു റെസിറ്റേഷൻ കോമ്പറ്റീഷനാണ്. മലയാളം കവിതയാണ്. അപ്പോൾ മരം നെറ്റിയ കവിതയുടെ പേര് ഈ പറഞ്ഞ പോലെ എന്നെ എല്ലാം അമ്മ പഠിപ്പിച്ചു തന്നു. ഒന്നും ഓർമ്മയില്ല. അത് കിടക്കാൻ പോകുമ്പോൾ അമ്മ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ബ്ലാങ്ക് ആയിപ്പോയി. ഒന്നും ഓർമ്മയില്ല. നല്ലോണം ഓർത്തെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. വിഷമിച്ചാ കിടന്നെ. രാവിലെ ആയപ്പോൾ പച്ചവെള്ളം പോലെ ഈ സംഭവം മുഴുവൻ ഓർമ്മ വന്നു മൊത്തത്തില്. ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? അങ്ങനെ സംഭവിക്കാറുണ്ട്. അതെ, അങ്ങനെ തന്നെ ഒട്ടുമിക്ക എല്ലാ പാട്ടും. എത്ര വയസ്സിലാണ് ശരിക്കും മോള് ഫസ്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ചെയ്യുന്നത്? അന്ന് പ്രോഗ്രാം ഒന്നും അല്ലായിരുന്നു, ജസ്റ്റ് ഒരു ഓർക്കസ്ട്ര. ക്ലാസിക്കൽ പഠിച്ചിട്ടില്ലേ? ക്ലാസിക്കൽ അല്ലേ പഠിക്കുന്നേ? ഇപ്പൊ പഠിക്കുന്നില്ല, കാരണം ഇപ്പൊ ഷൂട്ടും അതും ഇതൊക്കെ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പഠിച്ചു തുടങ്ങിയിരുന്നു, ഇപ്പൊ പഠിക്കുന്നില്ല. അപ്പൊ അതൊരു എന്ത് പ്രോഗ്രാം ആയിരുന്നു ഓർമ്മയില്ല. ആദ്യമായിട്ട് ഓർക്കസ്ട്രയിൽ പാടിയത് 3 വയസ്സിൽ. 3 വയസ്സിലോ? അന്നങ്ങനെ കാര്യമായിട്ട് പാടിയൊന്നുമില്ല. അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? അതുണ്ട്, 3 വയസ്സിന്റെ ഫോട്ടോ ഉണ്ട്. അയ്യോടാ, 3 വയസ്സിൽ. ഏതാ പാട്ട്? അയ്യോ, പാട്ട് ഏതാന്ന് ഒരു ഓർമ്മയില്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ എല്ലാരും പാടിക്കഴിഞ്ഞാൽ എല്ലാരും വന്ന് എടുത്തുകൊണ്ടുപോയി. അപ്പൊ എനിക്ക് ഭയങ്കര താല്പര്യമായി. പിന്നെ നെക്സ്റ്റ് മന്ത് തന്നെ എന്തോ റെസിഡൻസ് അസോസിയേഷന്റെ ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും പാടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറി സ്റ്റേജിൽ മൈക്കൊക്കെ എടുത്ത് പാടി. അതൊക്കെയാണ് ഓർമ്മയുള്ളത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടിന്റെ ഒരു 4 വരി പാടിത്തരും.
കുതിർന്നാടും പൊന്നിന്നാട ഒന്നൊന്നായഴിഞ്ഞു, നിന്റെ നെഞ്ചിൽ ചെണ്ടുമല്ലി പൂവിൻ നീർത്ത ചെല്ല കോമ്പുലഞ്ഞു. എന്ത് രസമായിട്ടാ പാടണേ. പഞ്ഞി പോലെ ഇരിക്കുന്നു, കണ്ണു വെച്ചിട്ടില്ല കേട്ടോ. ഈ എത്ര നേരം ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യും? അങ്ങനെ ഞാൻ ടൈമൊന്നും വെച്ച് പ്രാക്ടീസ് ചെയ്യാറില്ല. ഇപ്പൊ പിന്നെ നമ്മൾ ദിവസത്തിലൊരു 4 മണിക്കൂറെങ്കിലും പാട്ടിലായിരിക്കും. ഇപ്പൊ സ്റ്റാർസിങ്ങൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ അത്രയൊക്കെ ഉള്ളൂ. ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കാനോ? ബിക്കോസ് യു ഹാവ് എ വെരി സ്വീറ്റ് വോയിസ്. നോ, നേരത്തെ തൊട്ടേ ഈ ഒരു ജോണർ തന്നെയാണോ, ഈ ഒരു ടൈപ്പ് സോങ്സ് തന്നെയാണോ ഇഷ്ടം? നേരത്തെ തൊട്ടേ ഇതായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ ഡിഫറെന്റ് വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെ കൂടുതൽ പാടാൻ കംഫർട്ടബിൾ ഇതാണ്. പാട്ട് പാടുന്ന സിംഗേഴ്സിന് പലർക്കും പല രീതിയായിരിക്കും ശബ്ദം ശ്രദ്ധിക്കാൻ. ചിലരിപ്പോൾ ദാസേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്നും ഒരു തണുത്തത് ഒന്നും കഴിക്കില്ല. SPP സർ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച്. മോളുടെ രീതി എങ്ങനെയാ? ഞാൻ അങ്ങനെ കഴിക്കാതിരിക്കലൊന്നുമില്ല. ഐസ്ക്രീം എല്ലാം കഴിക്കും, ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഫിനാലെ 1 മാസം ഉള്ളതിനെ കൊണ്ട് അമ്മ കുറച്ചും കൂടെ തരുന്നില്ല, കെയർഫുൾ ആണ്. ഇപ്പൊ ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ തണുത്ത വെള്ളം, ജ്യൂസ് അങ്ങനത്തെ ഒന്നും കുടിക്കലില്ല. ഐസ്ക്രീം കുടിക്കും. ഇപ്പൊ പാടിയ സമയത്തെ ഭയങ്കര രസമായിട്ട് വളരെ ഇമോഷൻസ് ഒക്കെ എന്താ പറയുക, പ്രായത്തിൽ കവിഞ്ഞ പക്വത, ഇതും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഹൗ ഡു യു ഗെറ്റ് ഇൻ ടു എ സോങ്? ആക്ച്വലി നമ്മൾ പാട്ട് കിട്ടുമ്പോഴേ നമ്മൾ അതിൻ്റെ ഞാൻ വീഡിയോ സോങ് കാണാറുണ്ട്. അത് മെൻറ്റേഴ്സ് പറയും, വീഡിയോ സോങ് കാണുമ്പോൾ നമുക്ക് അതെന്താ കഥ എല്ലാം മനസ്സിലാവും, ഐഡിയ കിട്ടും. അപ്പോൾ ചില വീഡിയോ സോങ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ മൂവി കാണാൻ തോന്നും. അങ്ങനെ ഞാൻ ചില പാട്ടൊക്കെ മൂവി ഫുൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് അതെ ഇമോഷൻ ഫുൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് മനസ്സിലാക്കി പാടാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നമ്മൾ 2-3 പ്രാവശ്യം അങ്ങനെ വീഡിയോ സോങ് തന്നെ കാണുമ്പോഴേക്കും നമ്മൾ പിന്നെ മനസ്സിന് വരും. അങ്ങനെ ഇന്നും അമ്മയും അച്ഛനും ഇടയ്ക്കൊന്ന് ശകാരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? കൃഷ്ണ പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? അയ്യോ, അത് കുറച്ച് ടഫ് കാണും. ശകാരിക്കാറുണ്ടോ? എപ്പോഴെങ്കിലൊക്കെ ഉണ്ട്. പക്ഷെ അത് അയ്യോ എന്താന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോ എനിക്ക് ബ്രേക്ക് എല്ലാം കിട്ടിയാൽ 2-3 ദിവസമൊക്കെ ഞാൻ വെറുതെ എങ്ങനെ ഇരുന്ന് വെറുതെ കളയും. അപ്പൊ അമ്മ പറയും, കൃഷ്ണ പാട്ടെടുത്ത് നോക്ക് കൃഷ്ണ. അങ്ങനെ അച്ഛൻ പിന്നെ പറയില്ല. അമ്മയാണല്ലോ എൻ്റെ കൂടെ എപ്പോഴും വരലും ഫുൾ ടൈം കാണുന്നതും. ഷൂട്ടിന് മാത്രമേ അച്ഛന് വരാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ ദിവസവും അമ്മയെ കാണണം. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഫാമിലി പറ്റി പറയോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചി, അച്ഛനുണ്ട്. ചേച്ചി SSCക്ക് പഠിക്കുക. അച്ഛൻ എന്ത് ചെയ്യണു? അച്ഛൻ ഓട്ടോമൊബൈൽസിൽ വർക്ക് ചെയ്യുക. അമ്മ എൻ്റെ കൂടെ ഹൗസ് വൈഫാണ്. പക്ഷെ ചെറുപ്പത്തിലെ എൻ്റെ കൂടെ ഓരോ പ്രോഗ്രാംസിന് വരില്ല എന്നെ അമ്മക്ക്. അമ്മ ഇപ്പൊ നന്നായി പാട്ട് പഠിച്ചോ? കേട്ട് പാടി അമ്മക്ക് പാട്ടൊന്നും ആദ്യം അറിയില്ലായിരുന്നേ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പാടുമ്പോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്ത് മിസ്റ്റേക്കാന്ന് അറിയില്ല, പക്ഷെ അവിടെ എന്തോ പ്രശ്നമൊക്കെ പഠിച്ചോ. ഒരുവിധം പാട്ടൊക്കെ അമ്മ പഠിച്ചു അല്ലേ? ഗ്രൂമിങ് അമ്മയ്ക്കും കിട്ടുന്നുണ്ട്. വീട്ടിൽ ആരാ ശരിക്കും പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ആർക്കാണുള്ള? അച്ഛനാണോ അമ്മയ്ക്കാണോ? 2 പേർക്കും ഇല്ല. പക്ഷെ എനിക്കും ചേച്ചിക്കും എങ്ങനെ നിങ്ങൾ 2 പേരും പാട്ട് പാടുന്നുണ്ട്. ഫസ്റ്റ് ഓഡീഷൻ ഈ പറഞ്ഞ പോലെ 10 വയസ്സിലാണ് പാടി തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്ന് ഓഡീഷന് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരുന്നു? ഇന്ന് ഓഡീഷന് വന്നപ്പോൾ ഉള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരുന്നു? അന്ന് ചെറുതായതുകൊണ്ട് കൂടുതൽ ആലോചനകളോ ടെൻഷനോ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, പാടുക, വീട്ടിൽ പോവുക, അത്രേ ഉള്ളായിരുന്നു. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയി, അയ്യോ ഇത് ശരിയാവും, അങ്ങനത്തെ തോട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ഓഡിഷന്. പിന്നെ നമ്മൾ ഓഡിഷൻ കഴിഞ്ഞൊരു 2 സ്റ്റേജിലാവുമ്പോഴേക്കും സെറ്റ് ആവും ഫ്ലോറായിട്ട്. പക്ഷെ അന്നത്തേതായിരുന്നു കുറച്ചുകൂടെ നല്ലത്, കംഫർട്ടബിൾ. അതെ, ഒന്നിനെ പറ്റി ആലോചിക്കാനില്ല, വെറുതെ പാട്ട് ബൈഹാർട്ടായി പഠിക്കുക, അതേമാതിരി അങ്ങോട്ട് പാടുക, അത്രേ ഉള്ളു. മോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ കുട്ടികളല്ലേ, പല ചിന്താഗതിയുള്ള കുട്ടികളായിരിക്കും വരുന്നുണ്ടാവുക. ചിലപ്പോൾ പലരും ഈ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആയവരുണ്ടാവും, കുറേ ടെൻഷൻ അടിക്കുന്ന കുട്ടികളുണ്ടാവും. ഡു യു ഗോ ആൻഡ് ഹെൽപ്പ് ദം? അവർക്ക് അഡ്വൈസോ അല്ലെങ്കിൽ കാര്യം ഞാൻ ചോദിക്കാൻ കാര്യം,
ടെൻഷൻ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് ടെൻഷൻ ഇല്ല, കുഴപ്പമില്ല എന്നാ പറഞ്ഞേ. സോ ഡു യു ഗോ ആൻഡ് ഹെൽപ്പ് ദം? ടെൻഷൻ ഉള്ള കുറച്ച് പേരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് അവരോട് അങ്ങനെ പറയാന്നല്ലാതെ നമുക്ക് അവരുടെ ടെൻഷൻ ഒരിക്കലും എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു പറയാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ അവിടെ വിധുരാജ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ, എനിക്കറിയാം, വിധുവിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വിധുചേട്ടന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇങ്ങനെ എനിക്കങ്ങനെ ടിപ്സ് ഒന്നും പറയാൻ അറിയില്ല. ചിലർ പറയും നമ്മളിങ്ങനെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ പാട്ടിലേക്ക് മാത്രം അധികം കോൺഷ്യസ് ആവാതെ എന്തെങ്കിലും ഒരു 5 സാധനങ്ങൾ ഓർത്തേക്ക്, ലൈറ്റ്സ്, മോണിറ്റർ, അങ്ങനെ മാറ്റി മാറ്റി നോക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ ടെൻഷൻ കുറയും എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ വർക്ക് ആകുമായിരിക്കും. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. മോളൊരു പാട്ട് പാടുമ്പോൾ, ഒരു സ്റ്റേജിൽ കയറി പാട്ട് പാടുമ്പോൾ എന്ത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും പാടുന്നുണ്ടാവുക? ഓക്കെ, അവിടെ കരോക്കെ പ്ലേ ആവുന്നു, ജഡ്ജസ് മുമ്പിലിരിക്കുന്നു, നമ്മളെ കണ്ട് ഇത്രയും ഓഡിയൻസ് ഇരിക്കുന്നു, യു ആർ ഹോൾഡിങ് എ മൈക്ക് ആൻഡ് സ്റ്റാൻഡിങ് ദെയർ, എന്തായിരിക്കും അപ്പം മനസ്സിലോടുന്നുണ്ടാവുക? പാട്ട് എങ്ങനെയെങ്കിലും നന്നായി പാടി കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ അധികം ഫുൾ ഫോക്കസ് അതിൻ്റെ ഓരോ നുവാൻസസും അതിൻ്റെ കാര്യങ്ങളും മാത്രമായിരിക്കുമോ? എന്നെ ഇവർ നോക്കുന്നു, ഞാനിവിടെ ശ്രദ്ധിക്കപ്പെടുന്നു, അതൊക്കെ മനസ്സിൽ വന്നു പോവാറുണ്ടോ? ഞാൻ ഭയങ്കരമായിട്ട് പാട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. കാരണം അങ്ങനെ ഞാൻ ചെയ്യുന്ന പാട്ടുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം പോയി പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നേ ഉള്ളൂ. എല്ലാവരെയും നോക്കി പാടാൻ ഭയങ്കര ഇഷ്ടം. ഓരുടെ റിയാക്ഷൻ എന്താ അങ്ങനെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ മെൻറ്റേഴ്സും TV-യിൽ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നേരെ പാടുമ്പോൾ നമ്മൾ ഓരോ ജസ്റ്റ് എന്തെങ്കിലും ചെറുതൊക്കെ പാടിയാൽ മെൻറ്റേഴ്സ് വാ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര ബഹളമായിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതാണ് കൂളാക്കുന്ന ഒരു കാര്യം, മെൻറ്റേഴ്സ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര പാട്ട് ശ്രദ്ധിച്ച് അങ്ങനെയല്ല, ഞാൻ അങ്ങോട്ട് എൻജോയ് ചെയ്ത് പാടും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ ഒരുപാട് ജഡ്ജസ് കടന്നു വന്നിട്ടുണ്ട്, ഒരുപാട് ജഡ്ജസിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അവരുടെ കറക്ഷൻസും. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് എടുത്ത ഒരു പോയിന്റ് എന്താ? ഏത് ജഡ്ജിൻ്റെ ആയിരിക്കും ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തൊരു അഡ്വൈസ്? എല്ലാവരുടെയും വേണമെങ്കിലും പറഞ്ഞോളൂ. ഓരോരുത്തരുടെ ഓരോ രീതി ആയിരിക്കുമല്ലോ അല്ലേ? അതെ. അപ്പോൾ എങ്ങനെയാ പൊതുവായിട്ടുള്ള ഓരോരുത്തരുടെ രീതികൾ എങ്ങനെയാ? എനിക്ക് ഒരുപാട് പേര് ടോപ്പ് സിംഗറിൽ വേറെ ജൂറി ആയിരുന്നു, മനസ്സിലായി, MG സാറ്, M ജയചന്ദ്രൻ സാറ്, അങ്ങനെ കുറേ പേരായിരുന്നു. ഇവിടെ ചിത്രാമ്മ, വിധുചേട്ടൻ, ചിത്ര ചേച്ചി. അപ്പോൾ ചിത്രാമ്മ ഞാൻ ചെറുതാവുമ്പോൾ ഒരു റിയാലിറ്റി ഷോ ചെയ്തിരുന്നു, അതിലും ചിത്രാമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും അടുത്ത് വന്ന് ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നും അടുത്ത് വന്ന വീഡിയോ കണ്ടിരുന്നു. അതെ, അഡ്വൈസ് ഞാൻ എല്ലാവരുടെ അഡ്വൈസും നന്നായിട്ട് കേട്ട് മനസ്സിൽ വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒച്ച ഭയങ്കര ഫീബിളായിരുന്നു. അപ്പോൾ ഇങ്ങനെ മെൻറ്റേഴ്സ് എല്ലാം സൗണ്ടിൻ്റെ മേലെ പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ ഓരോ എക്സസൈസുകൾ അങ്ങനെ പറഞ്ഞ് ഞാനിപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ, അങ്ങനെ ഓരോന്നും പറയുമ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇത് ശരിയാകുന്നുണ്ടോയെന്ന് അറിയില്ല. പ്രത്യേകമായി പറഞ്ഞ എന്തെങ്കിലും കാര്യമായിട്ട് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ല. എന്തെങ്കിലും ക്രിറ്റിസിസം ഓർക്കുന്നുണ്ടോ? ഈ ഒരു കാര്യം മസ്റ്റായിട്ട്, ഇപ്പോൾ വോയിസിൻ്റെ കാര്യം ഫീബിളായിട്ടുള്ള വോയിസാണ് പറഞ്ഞു, അതല്ലാതെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞിലെ ആണെങ്കിലും ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കമന്റ്സ് ഒന്നും ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ എടുക്കുന്ന ഒരാളല്ല, നെഗറ്റീവ് കമന്റ്സ് ഒന്നും? അതല്ല. സോ ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? എല്ലാം ഞാൻ വായിക്കും, വിടും. അല്ല, നല്ലതാണെങ്കിൽ ഞാൻ എടുക്കും. അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണോ? അല്ല, ചെറുപ്പത്തിൽ ഇതൊന്നും വായിക്കാറില്ലായിരുന്നു, ഇപ്പോഴതൊക്കെ വായിക്കാൻ തുടങ്ങിയത്. മറ്റേ ഞാൻ ഓൺലൈൻ കമന്റ്സ് മാത്രമല്ല, വെൻ യു ഹിയർ ഡയറക്ട്ലി ഫ്രം ദി ജഡ്ജസ്. അതെ, അതൊക്കെ ഞാൻ എടുക്കും. അത് നമ്മുടെ നല്ലതിന് വേണ്ടി പറയുന്ന എല്ലാ കമന്റ്സും ഞാൻ എടുക്കും. എല്ലാവരുടെയും പിന്നെ പെറ്റാൻ തോന്നുന്നു, സ്വീറ്റസ്റ്റ് കാര്യങ്ങളെ അവരും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ, ഹെൽപ്പ് ചെയ്ത്. അവിടുത്തെ ഇപ്പൊ സ്റ്റാർ സിംഗറിൽ ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ എല്ലാവരും അവിടെ ഭയങ്കര ചെറുതായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, കണ്ടസ്റ്റൻസ് ആണെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും. ശരിക്കും ഇപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഹെൽപ്ഫുൾ ആവാനും കൂടെ വേണ്ടിയിട്ടായിരിക്കും. ഏറ്റവും പ്രഷറിലിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ, സ്റ്റേജിൽ കയറാൻ മടിയുള്ള, സ്റ്റേജ് ഫിയർ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ, ആ കുട്ടി ബേസിക് സ്റ്റെപ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും? നന്നായി പാടുന്നവരായിരിക്കും, പക്ഷെ ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരിക്കും. സ്റ്റേജ് ഫിയർ മാറ്റാൻ
നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴോ അങ്ങനെ കുറച്ച് ക്രൗഡുള്ള ഏരിയയിൽ ഇങ്ങനെ പാടി പിന്നെ നമ്മൾ എന്തെങ്കിലും ഇത്തിരി ഒരു ഇപ്പൊ ബെഡിന്റെ നമുക്ക് സ്റ്റേജ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇത് കുറച്ചൊരു ഹൈറ്റിന്റെ മേലെ കയറി നിന്നിട്ട് ഓക്കെ ഇത് സ്റ്റേജ് ആണെന്ന് വെച്ച് ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ പാടിയാൽ അപ്പൊ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ശീലായി തുടങ്ങും. അങ്ങനെ മനസ്സിലായി. അന്തരീക്ഷം ഒന്ന് മാറ്റി പിടിക്കുക അല്ലേ? അതെ. എന്നിട്ട് ചെയ്ത് അതിൽ നിന്ന് ചെയ്ത് ഒരു 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരെ മുന്നിൽ പാടി പിന്നെ അങ്ങനെ എന്താ ഹൈറ്റിൽ നിന്ന് പാടി അപ്പൊ നമ്മൾ യൂസ്ഡ് ആവും. ഓക്കെ നമ്മൾ സ്റ്റേജിലാ അങ്ങനെ വിചാരിച്ചങ്ങനെ. ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ തോന്നിയൊരു പെർഫോമൻസ് സ്റ്റാർ സിംഗറിലാ ഏത് മോളിത്ത് വരെ പാടിയാൽ ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പെർഫോമൻസ്? അത് സ്റ്റാർ സിംഗറിലായിരുന്നു. ഹൈറാമ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഇവിടെ എല്ലാ പാട്ടും കുറച്ച് മാറ്റി ആഡ് ഓൺസ് ചെയ്ത് പാട്ട് കുറച്ചൊന്ന് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് പാടുക. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് ആഡ് ഓൺസ് ഒന്നും ചെയ്ത് പാട്ട് പാടിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ചൊരു ഇത്തിരി സമയത്തിൻ്റെ ഉള്ളിലാണല്ലോ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തലേന്ന് സെറ്റ് ചെയ്ത് കുറേ ശ്രുതിഭേദവും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നെക്സ്റ്റ് ഡേ പാടാൻ നിൽക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇതൊക്കെ ഞാൻ ഓർക്കുമോ മറന്നു പോവോ അങ്ങനെയൊക്കെ. അതിനുശേഷം പിന്നെ ഇതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ പാടി. പക്ഷെ അതാണ് എനിക്ക് സ്റ്റിൽ എപ്പോഴും പേടി. ആ പാട്ട് ഇപ്പോഴും ഞാൻ എടുത്തു നോക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലൈനിൽ എൻ്റെ ശബ്ദം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ആ ഒരു പാട്ടാണ് ഞാൻ അത്ര പേടിച്ച് പാടിയ പാട്ട്. പിന്നെ അല്ല സെറ്റ് 2 വരി മൂളാൻ പറ്റുമോ? ടെൻഷൻ ആണെങ്കിൽ വേണ്ട. ഇപ്പൊ സെറ്റായില്ലേ? ഇപ്പൊ സെറ്റായില്ല. ऐसी जिद करने लगे जाने तुमने क्या क्या सोचा आगे हम तो बढ़ने लगे छोड़ो नए से बातों को रोको न राहों को मोड़ो न मेरे बाहों को जाने दो ना ये रामा ये क्या हुआ क्यों ऐसे हमें सताने लगे तुम इतने प्यारे हो सावन ऐसे लगे तुम्हारे വരിയൊന്നും കറക്റ്റ് ഓർമ്മയില്ല. കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്താ ഇൻ യുവർ സിംഗിങ്? എനിക്ക് വോയിസ് കൺട്രോൾ. എനിക്കിപ്പോ ഒരു വോയിസ് കൺട്രോള്, പെർഫെക്റ്റ് പിച്ചിങ്, അത് പറയാറില്ല. ഇത് എന്റേതാ. ബാക്കി അല്ലാതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താ? ഈ എന്താ പറയുക, ഭയങ്കര ഈ റൊമാൻറ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ ഭയങ്കര ഡൈനാമിക്സ് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ശബ്ദമാണ്, അതിന് നല്ല വോയിസ് ആണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പറയുമ്പോ എന്താ തോന്നാ? പറയുമ്പോ നല്ല സന്തോഷം. യു ഗെറ്റ് മോട്ടിവേറ്റഡ്, റൈറ്റ്? അതെ അതെ. ഈ അപ്രീസിയേഷൻസ് കേൾക്കുമ്പോ ലൈക്ക് എന്താ പറയാ, ഡിഫറെന്റ് പീപ്പിൾ ടേക്ക് ഇറ്റ് ഡിഫറെന്റ്ലി. നോ, ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഉള്ള ഒരാളാണോ ബേസിക്കലി? കുറച്ചൊക്കെ അതെ. ഒരു പാടാനൊന്നും പറയുമ്പോ ആൾക്ക് അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ചെറുപ്പം മുതലേ വീട്ടിലാരങ്ങനെ? വീട്ടിൽ അമ്മ എക്സ്ട്രോവേർട്ട് ആണോ? എക്സ്ട്രോവേർട്ട് ആണ്. അച്ഛനും ചേച്ചിയും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അപ്പോൾ അമ്മയാണ് പിന്നെ വീട്ടിലെ എല്ലാം ഇങ്ങനെ അമ്മനെ പോലെയാണ് ഞാൻ, സംസാരവും കാണാനൊക്കെ. ഒരു സിംഗറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? അയ്യോ അങ്ങനെയൊന്നും എനിക്ക് വെറുതെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു 12th പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുന്നല്ലേ. യു ഹാവ് ബീൻ സിംഗിങ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞാൽ മതി. ഒരു സിംഗർ, ആസ് എ സിംഗർ എനിക്ക് വേണ്ടൊരു ഈ ഒരു കാര്യം എന്നിൽ ഉണ്ടായിരിക്കണം എന്ന് തോന്നിയ ഒരു കാര്യം എന്താ? നല്ല പേഷ്യൻസ് വേണം. കാരണം എല്ലാ പാട്ടും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാനും അതിനൊക്കെ, പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ എനിക്ക് പറയാൻ അറിയുള്ളൂ. അത്രേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള പോയിന്റ് അല്ലേ പറഞ്ഞേ? ഒരു പാട്ട് ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള പേഷ്യൻസ് വേണം. കറക്റ്റാണ്. ബിയോണ്ട് ദിസ്, ബിയോണ്ട് സിംഗർ, ബിയോണ്ട് സിംഗിങ്, വാട്ട് ആർ യു? പിന്നെ ഉള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? വേറെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ അതർ ദാൻ സിംഗിങ്? ഇപ്പൊ എന്റെ വേറെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല് കുറച്ച് ജേർണലിങ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പെയിന്റിങ്, അല്ലാണ്ട് എനിക്ക് ഭയങ്കര പെയിന്റിങ് ഒക്കെ ഇഷ്ടമാണ്.
അതൊക്കെയാണ് ബോറടിക്കുമ്പോൾ ചെയ്തിരിക്കാൻ ഇഷ്ടമുള്ള പ്രോഗ്രാംസ്. പാട്ടല്ലാതെ പാട്ട് കേൾക്കാറന്നെയാ പക്ഷെ പതിവ്. ഡാൻസ് ഒക്കെ ഉണ്ടോ? അയ്യോ അതില്ല. ചേച്ചിക്കുണ്ടോ? ചേച്ചിക്ക് താല്പര്യമാണ് ഭയങ്കര. ചേച്ചിക്ക് എല്ലാത്തിനും താല്പര്യമാണ്. വീട്ടിലെ ഏറ്റവും വലിയ ക്രിട്ടിക് ആരാ? ചേച്ചി. ചേച്ചിയാണ്. ഞാൻ ഓർത്തു ഇപ്പൊ ആ ഉത്തരം വരുന്നത്. ചേച്ചി എന്തൊക്കെയാ വിമർശനങ്ങൾ പറയാ? ചേച്ചി പറഞ്ഞ പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാ? ചേച്ചിയുടെ അടുത്തുനിന്ന് ഓൾമോസ്റ്റ് എല്ലാ ടൈമും വിമർശനം എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആക്കാൻ. എന്താ ചേച്ചിയുടെ പേരെന്താ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. ചേച്ചിയാണ് എൻ്റെ അമ്മ അച്ഛൻ അങ്ങനെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് എന്നെ ചീത്ത പറയാ അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ അങ്ങനൊന്നുമില്ല. ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ട്, ചേച്ചി പറയും കൃഷ അത് പഠിയെടുത്ത്. അങ്ങനെ ചേച്ചിയാണ് മെയിനായിട്ട് മറ്റേ പാരന്റായി നിൽക്കുന്നത്. ചേച്ചിക്ക് എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? 6 years. 6 years വ്യത്യാസം. അപ്പോൾ പിന്നെ ഓരോ പാട്ട് കഴിഞ്ഞാലും ചേച്ചി ഓരോ പാട്ട് ഞാൻ ഇതാ പാടാൻ പോണെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ പറയും ഓക്കെ നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞാലേ എനിക്ക് ഓക്കെ എനിക്ക് കോൺഫിഡൻസ് ആയി. ഞാൻ എല്ലാ പാട്ടും അതേമാതിരി പാടിയ ടെലികാസ്റ്റ് വന്ന് ചേച്ചിനെ കേൾപ്പിക്കും ഞാൻ. ചേച്ചിക്ക് ടെക്നിക്കലി ഭയങ്കരമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല, പക്ഷെ ചേച്ചി ഗുഡ് എന്ന് പറഞ്ഞാല് കോൺഫിഡൻസ്. അതെ ഓക്കെ നന്നായി. വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സ്ട്രെങ്ത് ആയി ആൾക്ക്. നമ്മൾ ഈ കമന്റ്സ് ഒക്കെ കിട്ടുന്ന സമയത്തും 100 മാർക്ക് വാങ്ങിയ പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും വിലപ്പെട്ട ഒരു കമന്റ് എന്തായിരുന്നു? ആരുടെ ആയിരുന്നു? ചിത്രമ്മയുടെ. ഞാൻ സണ്ടക്കോഴി പറഞ്ഞിട്ടൊരു പാട്ട് പാടി. സണ്ടക്കോഴി കോഴി. അതെ എനിക്ക് പാടിത്തരണം ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ചിത്രമ്മ പറഞ്ഞു ഞാൻ ഒറിജിനലിന് ശേഷം ഇങ്ങനത്തെ ഒരു വേർഷൻ കേട്ടിട്ടില്ല. ലൈക്ക് ഒറിജിനൽ മധുശ്രീ പാടി ഞാൻ ഓർക്കുന്നുണ്ട്. അതെ അപ്പൊ അത് എനിക്ക് പാടാൻ അത്ര ഞാൻ പാടി അത്രയും നന്നാവൊക്കെ ഉള്ള ഒരു പാട്ടായിരുന്നു അത്. എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തൊരു പാട്ടായിരുന്നു അത്. ചിത്രമ്മയുടെ അങ്ങനെ ഒരു കമന്റ് കിട്ടിയപ്പോ ഞാൻ ഭയങ്കര സന്തോഷമായി. എന്താ ഇന്നും കൂടി ഞാനത് കേട്ടുള്ളൂ. ചിത്രമ്മ പറഞ്ഞ കമന്റും കേട്ടുള്ളൂ. 2 ലൈൻ പാടിത്തരും. സാഹസത്തെ കാട്ട് സിത്ത് പോക മാട്ടേൻ കൊഞ്ച നേരം എന്നെ കൊല്ലയ്യ അയ്യാ കൊഞ്ച നേരം എന്നെ കൊല്ലയ്യ സണ്ട കോഴി കോഴിയവ സണ്ട കോഴി കൊഞ്ച തടവ തടവയവ സണ്ട കോഴിയ കയ്യ വച്ചാ നെഞ്ചുകൊള്ള കയ്യമുയാ. എങ്ങനെയാ വരികളെല്ലാം ഓർത്തിരിക്കുന്ന എല്ലാ ഭാഷയിലും? തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടം പാടാൻ. എൻ്റെ ശബ്ദത്തിന് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നാറ്, കംഫർട്ടബിൾ ആയിട്ട്. അപ്പോൾ ഞാൻ തമിഴ് പാട്ടുകൾ കിട്ടിയാൽ ഞാൻ ഫുൾ മീനിങ് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫുൾ പഠിക്കും. പിന്നെ അവിടുത്തെ മെന്റേഴ്സും തമിഴ് നന്നായിട്ട് അറിയുന്നുണ്ട്, അപ്പോൾ അവരൊക്കെ പറഞ്ഞു തരും. കറക്റ്റ് അതിന്റെ പ്രൊനൗൺസിയേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്തു തരും. പിന്നെ വരി മനസ്സിലാക്കിയാൽ തന്നെ നമുക്കത് പാടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, എളുപ്പമായിരിക്കും. അതെ മലയാളം അർത്ഥവും മനസ്സിലാക്കി. അതെ അർത്ഥം. മലയാളം പാട്ടുകളേക്കാൾ തമിഴ് പാട്ടിന് ഭയങ്കര അർത്ഥങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥങ്ങൾ. അപ്പോൾ നല്ല രസമായിരിക്കും. സ്റ്റേജിൽ പാടിയതിൽ ഒരു ഏറ്റവും ടഫായിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി ഹാൻഡിൽ ചെയ്തൊരു സോങ് ഇതായിരുന്നു. ബട്ട് ദെൻ ആർക്കും മനസ്സിലായില്ല. ബട്ട് ദാറ്റ് വാസ് ദ ടഫസ്റ്റ് സോങ് ഐ ഹാൻഡിൽ എന്ന് തോന്നിയത്. ഓ അത് ഇന്നലെ പാടിയ പാട്ട്. ഇന്നലെ മായ നടന്ന വിഹാരിണി എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ തീർത്ഥയുടെ കൂടെ പാടി. അത് ഭയങ്കര എനിക്ക് ഭയങ്കര ചലഞ്ചായിരുന്നു ആ പാട്ട്. തീർത്തൂന് ജോണറിന് പറ്റിയൊരു പാട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായി ക്ലാസിക്കൽ ഹെവിയായി പഠിച്ച ഒരാൾക്ക് അത് നന്നായി പാടാൻ പറ്റും. അപ്പോൾ എനിക്ക് നല്ല ചലഞ്ചായിരുന്നു അത്. അപ്പോൾ തീർത്തുമായിരുന്നു എന്നെ ഇരുന്ന് ഹെൽപ്പ് ചെയ്ത്. പിന്നെ എൻ്റെ മെൻറ്റർ ഉണ്ട് വീണ ചേച്ചി, തീർത്തുവിൻ്റെ മെൻറ്റർ സാധിക ചേച്ചി. രണ്ടുപേരും നമ്മൾ 4 പേരും കൂടി ഇരുന്നിട്ടാണ് പഠിക്കുക. അപ്പോൾ എല്ലാരും അവര് 3 പേരും എന്നെയാണ് പഠിപ്പിക്കുന്നത്, എല്ലാരും കൂടി എന്നെ പഠിപ്പിച്ച്. അങ്ങനെ ഇന്നലെ അത് പാടിക്കഴിഞ്ഞപ്പോ എനിക്ക് രണ്ടുപേരും പാടിത്തരും. അത് ഓർവശിഞ്ഞ മേനകഞ്ഞ സ്വർവതോ മണികൾ ഓർവശിഞ്ഞ മേനകഞ്ഞ സ്വർവതോ മണികൾ ഞങ്ങൾ
മോർ മെച്യോർ സിംഗിങ് ആണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ, അത് ജഡ്ജസ് ഇടയ്ക്ക് പറയാം, ജഡ്ജസും മെന്റേഴ്സും. ചില പാട്ടുകൾ നമ്മൾ ഉൾക്കൊള്ളാൻ ഉള്ള സമയമാകുന്നതിന് മുന്നേ എനിക്ക് അത് ബിയോണ്ട് യുവർ ഏജ്. കാര്യം ഇപ്പൊ ഇത്രയും നേരം മോള് പാടിയപ്പോ ഈ പാട്ടൊക്കെ അസലായിട്ട് കേട്ടോ. ഞാൻ അത് പെട്ടെന്ന് ഞാൻ എന്റെ ക്വസ്റ്റ്യനിലേക്ക് ആകാംക്ഷയോട് കടന്നു പോയതാ. കാര്യം നേരത്തെ ആ പാട്ടുകൾ പാടുമ്പോൾ വളരെ സട്ടിലായ സോഫ്റ്റായ വോയിസ് പോവുകയും വെൻ ഇറ്റ് കെയിം ടു ദിസ് സോങ് കുറച്ചും കൂടെ ഒരു ആ വോയിസിലൊരു സ്ട്രെങ്ത് പെട്ടെന്ന് അത് അറിയാൻ പറ്റുന്നുണ്ട്. ഈ പാട്ടിൽ എനിക്ക് ചലഞ്ചും അതായിരുന്നു. തീർത്തൂര് ഭയങ്കര നല്ല ബോൾഡ് ആയിട്ടുള്ള ശബ്ദമാണ്, അപ്പൊ എന്റേത് കുറച്ച് ലൈറ്ററുമാണ്. അപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ യു ഹാവ് എ വെരി ലൈറ്റ് വോയിസ്. അതെ, അപ്പൊ അതായിരുന്നു, അതും കൂടെ ആയിരുന്നു എന്റെ ചലഞ്ച്. ഈ പാട്ട് ആകെ 2 മിനിറ്റ് പാട്ട് പോലെ ഉള്ളൂ, പിന്നെ ഉള്ള 4 മിനിറ്റ് ഫുൾ സ്വരങ്ങളാണ്. അപ്പൊ അതിങ്ങനെ അടിച്ചടിച്ച് നിൽക്കുക. ബുദ്ധിമുട്ടായിരുന്നോ അങ്ങനെ വോയിസിൽ ഒരു ചേഞ്ച് പോലെ തോന്നിയോ? അത് ഞാൻ പൊതുവെ പാടുന്നതിനും ഞാന് എന്താ പറയാ കുറച്ചുകൂടി പുഷ് കൊടുക്കുന്നുണ്ട്, അപ്പൊ കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ഈ ജഡ്ജസിൽ ആരാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ തരുന്നത്? ഏറ്റവും ടെൻഷൻ ആരുടെ ഉള്ളിൽ പാടാനാ? അത് ചിത്രാമ്മയുടെ പാട്ടാവുമ്പോ അത് ചിത്രാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പാടുന്നത്, ഭയങ്കരമായിട്ട് ഇരുന്ന് പിടിക്കുകയും ചെയ്യും. അപ്പൊ ചിത്രാമ്മയുടെ പാട്ടെടുത്ത് പോകുമ്പോ എനിക്ക് കുറച്ച് പക്ഷെ പേടിക്കാനൊന്നുമില്ല, ചിത്രാമ്മ ഒന്നും അങ്ങനെ ഭയങ്കര സ്വീറ്റായിട്ട് നമുക്ക് പറഞ്ഞു തരില്ല. ഞങ്ങളെല്ലാരും കാണുന്നയാ ചിത്രമ്മ പറഞ്ഞു തരുന്നതും ഒക്കെ. അപ്പൊ ചിത്രാമ്മയുടെ ഒരു പാട്ട് ചിത്രാമ്മയുടെ മുന്നിൽ പാടാൻ പേടിയാ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ആരാ? ചിത്രാമ്മ. നാളെ ഒരു ദിവസം ഒരു അവസരം കിട്ടാണ്, ചിത്രാമ്മയായിട്ട് രാവിലെ ഉണരുകയാണ്, കൃഷ്ണശ്രീ എന്താ ചെയ്യാ? രാവിലെ ഉണർന്നു ചിത്ര ചേച്ചിയായിട്ട് എന്താ ചെയ്യാ? അയ്യോ, അതൊന്നും എനിക്ക് ആലോചിക്കാൻ പറ്റില്ല പെട്ടെന്നാലും ഫസ്റ്റ് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയത് എന്തായിരിക്കും ചെയ്യാന്ന്. ചേച്ചി എന്തായിരിക്കും ചെയ്യാ? അപ്പൊ തന്നെ എണീറ്റ് ഒരു 100-150 പാട്ടങ്ങ് പാടും. ഇതുവരെ പാടാൻ പറ്റാത്ത എല്ലാ പാട്ടും കൂടെ അങ്ങ് ഇരുന്ന് പാടും. പാടി നോക്കും, ശബ്ദം അതുപോലെ തന്നെ വരുന്നുണ്ടോ? ചുമ്മാ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചത്. ചിത്രാമ്മയുടെ അടുത്ത് ഒരു 1/2 മണിക്കൂർ ചിത്രാമ്മയുടെ അടുത്തൊന്ന് പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പറ്റിയിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, നമുക്ക് സ്റ്റേജിൽ നിന്ന് കാണുന്നതല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് റിഹേഴ്സലിന് പാടുമ്പോ കറക്ഷൻസ് പറഞ്ഞുതരും. അങ്ങനെ അല്ലാതെ ഒരു പാട്ടായിട്ട് ചിത്രാമ്മ എടുത്തുണ്ട് അങ്ങനെ ചിത്രാമ്മ അത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1/2 മണിക്കൂർ കൃഷ്ണശ്രീക്ക് എന്തായാലും ഒരു എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടും, ഒരു 1/2 മണിക്കൂർ കിട്ടും. നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് അതിനുള്ള ഒരു അവസരം കൊണ്ടുതരും. അപ്പൊ അങ്ങനെ ഒരു അവസരം എന്തായാലും കിട്ടും, ഉറപ്പാ. എപ്പോഴെങ്കിലും ഈ പഠനം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് എനിക്ക് സംഗീതം മാത്രം മതി എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഷോസിലാണെങ്കിലും സ്കൂളിൽ വന്ന് എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യും. പിന്നെ നമ്മൾ അത്യാവശ്യം നന്നായി പഠിക്കുന്ന മോള് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മോശമില്ല അല്ലേ? പഠിക്കാൻ മോശമില്ല, അത്യാവശ്യം പഠിക്കുന്ന, അല്ലെങ്കിൽ കൊമേഴ്സ് ഒന്നും ചൂസ് ചെയ്യുമില്ലല്ലോ. അത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് നമുക്ക് ഇപ്പം ബുക്ക് എടുത്താലും പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് പഠിക്കുന്നതെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റും നമ്മൾ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് പഠിത്തം ഇപ്പോൾ ടഫറായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു ഫീൽഡിൽ തന്നെ ആവുമെന്നും പറയാൻ പറ്റില്ലല്ലോ. ആ ഇൻസെക്യൂരിറ്റി ഉണ്ടോ മനസ്സിൽ? സംഗീതം ഒരു പക്ഷേ എനിക്ക് കൊണ്ടുപോകാൻ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വരുമോ എന്നൊക്കെയുള്ള തോന്നൽ എപ്പോഴും മനസ്സിൽ വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പറയാറുണ്ടോ വീട്ടില്? ഇതില്ലെങ്കിലും നിനക്കൊരു കാര്യം, ഞങ്ങളൊക്കെ കേട്ട് വളർന്നിട്ടുള്ളത് അങ്ങനെയാ, പഠിത്തം എപ്പോഴും നമ്മുടെ അതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്, അവര് വേണ്ടത് ചൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ പറയാറുണ്ടോ വീട്ടില്? പഠിത്തം വിട്ടിട്ട് ഒരു കളിയും പറ്റില്ല, പഠിത്തം വിട്ടിട്ടൊരു കളിയും പറ്റില്ല എന്ന് പറയാറില്ല. പക്ഷെ കൂടെ ഇതും കൊണ്ടുപോകണം എന്നൊരു ഇതുണ്ട്, അത്രേ. ഇപ്പോൾ കുട്ടികൾ കൂടുതലേ അച്ഛനമ്മമാരാണെങ്കിലും അവർക്ക് ഈ പറഞ്ഞ പോലെ മക്കളെ ആ തരത്തിൽ സാരില്ല പോയിക്കോളൂ എന്ന് പറയാനുള്ള മടിയുണ്ടാവും. കുട്ടികളും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഏജിൽ യു ആർ ലൈക്ക് ഒരു റോൾ മോഡൽ പോലെ, യു ആർ ചൂസിങ് യുവർ പാഷൻ, യു മൂവിങ് ഫോർവേഡ്, ഫാമിലി ഈസ് ഓൾസോ സപ്പോർട്ടിങ് യു. എന്താണ് അങ്ങനെ ഒരു പാഷനേറ്റായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ കേട്ടോ, ഞാൻ പറയാം ഒരു മിക്സഡ് ഇതിൽ നിൽക്കുന്ന ബാലൻസ് ഇല്ലാതെ അല്ല, ശരിക്കും പാഷനേറ്റ് ആണെങ്കിൽ ഒരു കുട്ടി എന്താണ് ചെയ്യേണ്ടത്? മോളുടെ ഒരു എക്സ്പീരിയൻസും ഒരു ലൈഫ് ജേർണിയും വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ മ്യൂസിക് തന്നെ എടുത്ത് ഏതിനോടാണോ
പാഷനേറ്റ് ആയിട്ടുള്ളത്. അതിൽ തന്നെ മൂവ് ചെയ്യാം. നമ്മൾ ചെറുപ്പത്തിലെ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടി തന്നെ പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. മൂവ് ഫോർവേഡ് ചെയ്യാം. അതെ. എപ്പോഴെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ആരെങ്കിലുമൊക്കെ നമ്മൾ പിന്നോട്ട് വലിക്കുകയാണെങ്കിലോ, ഇല്ല മിക്സഡ് ഒപ്പീനിയനിലോ, ഇല്ല വേണ്ട നീ ഇത് ചെയ്തിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിലോ? നമ്മുടെ ഇത് തന്നെ നോക്കുക. പിന്നെ പാരൻസിൻ്റെ അടുത്തും, പാരൻസും നമുക്ക് നല്ല അഡ്വൈസ് അല്ലേ തരുള്ളൂ. അപ്പോൾ പാരൻസിൻ്റെ അടുത്തും പിന്നെ നമ്മളെ തന്നെ ബിലീവ് ചെയ്യുക, അത്രേ ഉള്ളൂ. പാഷൻ ഉണ്ടെങ്കിൽ അത് പരിശ്രമിക്കുക അല്ലേ? അതെന്തായാലും നമ്മളെ എപ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്ത് നമ്മളെ എത്തിക്കുന്നതിൻ്റെ അടുത്ത് അല്ലേ? ചെറുപ്പത്തിലേ തോന്നിയിരുന്നോ ഞാനൊരു സ്റ്റേജിൽ എത്തി, ഞാൻ ഇത് പാടി പ്രൂവ് ചെയ്തിരിക്കും, അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണോ? ഓർ യു ജസ്റ്റ് വെന്റ് വിത്ത് ദ ഫ്ലോ? ഞാൻ ജസ്റ്റ് അമ്മയ്ക്കും അച്ഛനും ആയിരുന്നു TV-യിൽ റിയാലിറ്റി ഷോയിൽ പാടാനൊക്കെ ഇഷ്ടം. സോ അങ്ങനെ ഓരോ കൊണ്ടുപോയിട്ട് അല്ല, എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇതിലേക്ക് ഇറങ്ങി തുടങ്ങിയത്, കുറച്ച് വലുതായിപ്പോ. ചെറുപ്പത്തിലല്ല അമ്മയും അച്ഛനും കൊണ്ടുപോകുന്ന ആ ഒരു ഇതാ. എപ്പോഴെങ്കിലും ഏതെങ്കിലും പെർഫോമൻസ് കഴിഞ്ഞിട്ട് കരഞ്ഞു പോയൊരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയില്ല. ഇമോഷണലിയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നന്നായിട്ട് എനിക്ക് ആനന്ദ കണ്ണീരോ വിചാരിച്ചേക്കാളും നന്നായി ചെയ്യാൻ പറ്റിയ സമയങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? എനിക്ക് അത് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടിയ എന്തെങ്കിലും അപ്രീസിയേഷൻ പ്രതീക്ഷിക്കാതെ കിട്ടിയത്, അങ്ങനെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആണോ? അതാദ്യം ചോദിക്കട്ടെ. അല്ല, പെട്ടെന്ന് ഇമോഷണൽ ആവില്ല, സ്ട്രോങ് ആണ് അത്യാവശ്യം. കുറച്ചൊക്കെ. അങ്ങനെ കുറെ പാട്ടുകൾ കേട്ട ബാക്കി ഫ്ലോറിലെ കുറെ ഷെറീഫിക്കൊക്കെയാണ് ആദ്യം സങ്കടം വന്ന് കരയുന്ന ആള്. അങ്ങനെ അവരൊക്കെ സങ്കടപ്പെടുമ്പോ ഓക്കെ എന്റെ പാട്ട് അപ്പൊ വർക്കായി എന്നൊരു സന്തോഷം അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇമോഷണൽ സോങ്സ് കേട്ടിട്ട് ഞാൻ അങ്ങനെ പാടിയതിന്റെ ബേസിൽ നമ്മൾ അളവിൽ കൂടുതൽ നന്നായി പാടുമോ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ പാടാൻ പറ്റാണ്ട് വന്നതിലോ അങ്ങനെ ഇമോഷണൽ ആയിട്ടുണ്ടോ? ഇല്ല, അത്യാവശ്യം ബാലൻസ്ഡ് ആണ്. അതെ. ചില പാട്ടുകൾ നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല സ്റ്റേജിൽ വരുമ്പോ പാടുക. ചില പാട്ടുകൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും നന്നായിട്ട് പാടാനും പറ്റും. പക്ഷേ എനിക്ക് എപ്പോഴും ഒരേ റിസൾട്ടാണ് കിട്ടാറ്. റിഹേഴ്സലിനും സ്റ്റേജിൽ ഒരുപോലെ ഒരുവിധം എല്ലാ പാട്ടും ഉണ്ടാവാറ്. പിന്നെ ചില പാട്ട് ഫ്ലോപ്പ് ആയി പോകും. ഒരു തവണ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ പിന്നത്തെ പെർഫോമൻസിന് അതൊരു പ്രഷർ ആവാറുണ്ടോ? ആദ്യം അങ്ങനെ തോന്നിയിരുന്നു. പിന്നെ ഇപ്പൊ നമ്മളൊരു പാട്ട് ഇപ്പൊ ഞാൻ ഇന്നും കൊഞ്ച നേരം ഇന്ന് പാടിയാല് നാളെ ഞാൻ പാടാൻ പോണത് വേറെ തന്നെ സ്റ്റൈലിൽ പാടാം. അപ്പൊ നമുക്ക് ആ പാട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മാർക്സിനും ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ. எனக்கென உணர்ச்சிகள் தனியாக இல்லையா, நெஞ்சின்னலை உறங்காது உன்னிதழ் கொண்ட வாய் மூட வாயின் கண்ணா, உன்னிமை கொண்ட விழி மூட வா, உன் கனவில் நான் இல்லையா, தினமோ செல்லாடதின் மனசு அடையோமையில்லை என் கொலுசு, என்னுள் மூச்சிலே உயிர் நீங்கதே, என்னுயிர் துடிக்காமலே காப்பது உன் தீண்டலே, உயிர் தரவா கண்ணாமூச்சினடா என் கண்ணா, நான் கண்ணாடி பொருள் போலடா. രസമായിട്ടാ പാടുന്നേ. സ്വരങ്ങളൊക്കെ ആ സമയത്ത് ഇപ്പൊ ക്ലാസിക്കല് മോള് പഠിച്ചിട്ടില്ല? ചെറുതാവുമ്പോ ജസ്റ്റ് ഒരു 3 വർഷമൊക്കെ പഠിച്ചു. പക്ഷെ അത് സീരിയസ് ആയിട്ടല്ലായിരുന്നു പഠിച്ചു, ചെറുതല്ലേ. അപ്പോ ഞാൻ വീണ്ടും ഫസ്റ്റ് മുതൽ റീലേൺ ചെയ്യാൻ വിചാരിച്ചു തുടങ്ങി. ആ സമയത്താണ് സ്റ്റാർ സിംഗറിൽ കയറിയത്. അപ്പൊ ആക്ച്വലി പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ അത്ര പഠിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് ഇനി ഫസ്റ്റ് മുതൽ ഇരിക്കാം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. ക്ലാസിക്കലോ ഹിന്ദുസ്ഥാനിയോ അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളുണ്ടോ? ഹിന്ദുസ്ഥാനി കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമാണ്. എല്ലാരും പറഞ്ഞു എന്റെ വോക്കലിനും
കുറച്ചുകൂടെ അതെ ഹിന്ദുസ്ഥാനി ചേരും. പിന്നെ എനിക്ക് 1-2 അങ്ങനത്തെ പാട്ടുകൾ പാടിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹിന്ദുസ്ഥാനി സോങ്സ് അതിന്റെ ഫീലും കാര്യവും. അതെ 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 ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ക്ലാസിക്കലും പക്ഷെ കുറച്ചൊന്ന് ബേസ് ആക്കിയിട്ട് പിന്നെ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 സ്റ്റൈലും പഠിച്ചു നോക്കാം. ഈ സ്വരങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഇപ്പൊ തിരുത്തലുകളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോ എങ്ങനെയാ അത് ക്യാച്ച് ചെയ്യുക? ഫസ്റ്റ് സ്വരസ്ഥാനമൊക്കെ മനസ്സിൽ ഉറച്ചിട്ടുണ്ടാവും, അത് വെച്ചായിരിക്കും അല്ല? എങ്ങനെയാ പിടിക്കുക? ഫസ്റ്റ് തന്നെ ഞാൻ സ്വന്തമായിട്ട് പഠിക്കില്ല. കാരണം ഞാൻ സ്വരങ്ങൾ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചാൽ ചിലപ്പം തെറ്റായിട്ടായിരിക്കും പഠിക്കുക. അത് റീലേൺ ചെയ്യാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ റീലേൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യം മെൻറ്റേഴ്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ സ്വരങ്ങൾ വേറെ എവിടുന്നെങ്കിലും അറിയുന്ന ആളുടെ അടുത്തുനിന്ന് പഠിക്കും. ഇതിപ്പോൾ എൻ്റെ കൂടെ കഴിഞ്ഞ പാട്ടിന് തീർത്തു ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ. തീർത്തുവിന് അത്യാവശ്യം നല്ല ക്ലാസിക്കൽ ബേസ് ഉണ്ട്. അപ്പോൾ തീർത്തുവിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ആദ്യം തന്നെ കറക്റ്റായിട്ടുള്ള സ്വരങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിട്ട് പഠിക്കും. അങ്ങനെ പിന്നെ ഞാൻ ഒന്നുകൂടെ ആദ്യം വേറെ പഠിച്ചിട്ട് പഠിക്കാൻ നിൽക്കില്ലേ. കാരണം റീലേണിങ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. തെറ്റ് പഠിച്ചിട്ട് പിന്നെ തിരുത്താനല്ലേ. വേറെ ഏതൊക്കെ തരം മ്യൂസിക്കോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സോ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞ ടോപ്പ് സിംഗറിന് എനിക്ക് ഏതൊരു എപ്പിസോഡിൽ ഗിഫ്റ്റായിട്ട് ഒരു വയലിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയലിൻ ആ സമയത്ത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഫ്രാൻസിസ് അങ്കിൾ ഉണ്ടല്ലോ വയലിൻ വായിക്കുന്ന അങ്കിളിൻ്റെ അടുത്ത് ഞാൻ തുടങ്ങി ക്ലാസ് എടുക്കാൻ തുടങ്ങി. പക്ഷെ അന്ന് ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഷോൾഡർ പെയിനും കൈ വേദന അങ്ങനെ ഞാൻ ആ സമയത്ത് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ഞാനത് നിർത്തി വെച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്, ഭയങ്കര ഇഷ്ടമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം തുടങ്ങാനായിട്ട് അല്ലേ? വയലിൻ ഭയങ്കര ഇഷ്ടമായി. അല്ല നമ്മളിപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ വെൻ യു ആർ എ സിംഗർ ഒരു ഇൻസ്ട്രുമെന്റും കൂടി പഠിക്കുന്നത് ഇസ് ഓൾവേസ് റിയലി ഗുഡ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? കീബോർഡ് പഠിക്കുന്നത് ഭയങ്കര നല്ലതാന്ന് പറയുന്നുണ്ട്. നമുക്ക് തന്നെ അത് ബാലൻസ് ചെയ്ത് കവേഴ്സ് ഒക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണോ ആൾക്ക്? ചെയ്യാറുണ്ടോ? ഇപ്പൊ ചെയ്യാറില്ല, ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഇനി തുടങ്ങണം. ഈ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം വേണം. ഇപ്പൊ ഷോ ഫോക്കസ് ചെയ്യാ, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം. മനസ്സിലായി. ആരെങ്കിലും കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഇന്ന് മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. ഓഫ് കോഴ്സ് എവ്രിബഡി വിൽ ബി ദെയർ, ബട്ട് സ്റ്റിൽ ഇതെൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്ന് പറയുന്ന ആരായിരിക്കും? എം ജെ ചന്ദ്രൻ സാറിൻ്റെ കൂടെ. എനിക്ക് സാറിൻ്റെ ഭയങ്കര എല്ലാ പാട്ടുകളും സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാറിൻ്റെ ഒരു പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹം. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ സാറിൻ്റെ? സാറിൻ്റെ അകലെ അകലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അകലെ പിന്നെ കണ്ടു സാറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാട്ടും എൻ്റെ ഫേവറേറ്റ്. പാടും ഒരു ഇഷ്ടമുള്ള സോങ് സാറിൻ്റെ? പാതിചാരും നിന്റെ കണ്ണിൽ നീലജാലകമോ മാഞ്ഞു പോകും മാരിവില്ലിൻ മൗനഗോപുരമോ പ്രണയം തുളുമ്പുമോർമ്മയിൽ വെറുതെ തുറന്നു തന്നു നീ നനഞ്ഞു നിൽക്കുമഴകേ നീ എനിക്കു പുണരാൻ മാത്രം ജൂണിലെ നിലാമഴയിൽ മഴയിൽ മഴയിൽ മഴയിൽ. എല്ലാ പാട്ടുകളും മോളുടെ വോയിസിന് അതിനു വേണ്ടി ഉണ്ടാക്കിയ പാട്ടുകൾ പോലെ തോന്നാം. വെൻ യു സിംഗ് നോ സൂട്ട്സ് സോ വെൽ. താങ്ക് യു. എൻ്റെ വോയിസിൽ ഈ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയ ഏതെങ്കിലും പാട്ടുണ്ടോ? കേട്ട പാട്ട്, ഈ പാട്ട് എൻ്റെ വോയിസിൽ ഒന്ന് പാടാൻ പറ്റും, നമുക്കൊരു റീക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഏത് പാട്ട് ചൂസ് ചെയ്യും? അയ്യോ അത് ഭയങ്കര ഡൗട്ട്. അയ്യോ യു ലൈക്ക് ടു ഡു ദാറ്റ്? അങ്ങനത്തെ ഇഷ്ടമാണോ? കുറേ പാട്ടുകൾ നമ്മളിപ്പോൾ റീമിക്സ് ആയിട്ടും ഒക്കെ ആളുകൾ ചെയ്യുന്നില്ല. ഇഷ്ടമാണോ അങ്ങനത്തെ റീമിക്സ് വേർഷൻസ് കേൾക്കാനായിട്ട്? റീമിക്സ് വേർഷൻസും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഒറിജിനലാണോ കൂടുതൽ ഇഷ്ടം? അതെ, എനിക്ക് ശ്വാസമേ എന്നുള്ള പാട്ട് ഭയങ്കര ഞാൻ കേട്ടിട്ടുണ്ട്, പാടിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല ചിരിയൊക്കെ ഞാൻ രസമായിട്ട് പാടി കേട്ടിട്ടുണ്ട്. പ്രോഗ്രാമിൽ പാടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോ വീണ്ടും പാടിപ്പിക്കുന്നില്ല. എന്ത് രസമായിട്ടാ പാടുന്നത്. ചിരിയൊക്കെ എങ്ങനെയാ കൊണ്ടുവരുന്നത്? എത്ര ഭംഗിയായിട്ട്, എത്ര നാച്ചുറൽ ആയിട്ട്. യു പ്രാക്ടീസ് ദാറ്റ് ഓൾസോ? ഇല്ല അതൊക്കെ നമ്മൾ യൂഷ്വലി ചിരിക്കുമ്പോഴേക്കും അത് വരും. ആ പാട്ട് 2-3 പ്രാവശ്യം കേട്ട്
ഇങ്ങനെ വരും. ഇമോഷൻസ് കൂടുതൽ കൊടുത്ത് അങ്ങനെ പാടുന്ന പാട്ടുകളാണോ ഇഷ്ടം? അതെ, കുറേ നമ്മൾ എൻ്റെ വോയിസിൽ കുറച്ചുകൂടെ എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ ആണ് എനിക്ക് സുഖം. അതാണെന്ന് തോന്നുന്നു കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പ്രസീവ് ആയിട്ടുള്ള പാട്ടുകൾ, ചിലങ്കിയൊക്കെ ഇങ്ങനെ വരില്ലേ, ഒരു മഞ്ഞത്തുള്ളിയൊക്കെ ഇങ്ങനെ വീഴുന്ന പോലെ അങ്ങനത്തെ സൗണ്ട് ഒക്കെ അങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ കമ്പാരിസൺസ് ദാറ്റ് യു ഗെറ്റ് ടു യുവർ സൗണ്ട്? ഭയങ്കര സ്വീറ്റാന്ന് പറയാറുണ്ട്, ചിലർ ഭയങ്കര ക്യൂട്ടാന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്കെന്താ തോന്നുന്നത്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് മറ്റേ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ സിത്താര ചേച്ചി ഒരു വാക്ക് പറയും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശബ്ദം കേൾക്കുമ്പോ മേത്ത് പട്ട് വീഴുന്ന പോലെയാണ് ആ വാക്ക്. അതെ അതെ, കറക്റ്റാണ്. അതേപോലത്തെ ആ ഒരു നമ്മളിങ്ങനെ ഒരു തണുപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ മഞ്ഞത്തുള്ളിയൊക്കെ ഇങ്ങനെ വീഴില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ്. നമുക്ക് ഇടയ്ക്ക് സുജാത ചേച്ചിയുടെ വോയിസ് കേൾക്കുമ്പോഴും ചില പാട്ടുകളിലൊക്കെ നമുക്ക് അങ്ങനെ പ്രത്യേക ഒരു കുളിര് തോന്നാറുണ്ട്. അതുപോലെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വരുന്ന കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? സമയം കിട്ടാറുണ്ടോ? സമയം കിട്ടുമ്പോൾ വായിക്കാറുണ്ട്. ഹൗ ഡു യു റിയാക്ട് ടു ദാറ്റ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമന്റ്സ്? ഇത്രയും പേരൊക്കെ നമുക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുന്നു, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാനൊക്കെ ഒരു റീല് കാണുക, അങ്ങനെയാണ് ജസ്റ്റ് ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇട്ട് പോലെ ചെയ്യും. ഇത്രയും പേര് ഇങ്ങനെയൊക്കെ എഴുതി ഇടുക ഒക്കെ പറയുമ്പോൾ കുറേ ഇഷ്ടമാണ് എനിക്കിതൊക്കെ വായിക്കാനും എല്ലാം ഇഷ്ടമാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ആണെങ്കിലും വായിക്കാറുണ്ട്, ഇടയ്ക്ക് വായിക്കാറുണ്ട്, ഇപ്പോൾ വായിക്കില്ല. ഏറ്റവും മനസ്സിലേക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ അയച്ച മെസ്സേജ്, മനസ്സിൽ തട്ടിയ ഒരു മെസ്സേജ് ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും? കുറേ എൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ, കുറച്ച് അമ്മമാർ, കുറച്ച് പ്രായമായവർക്കും പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ പേര് ചേച്ചീനെ പുറത്തുനിന്നൊക്കെ കണ്ടാൽ കുട്ടികൾ അല്ലെങ്കിൽ അമ്മമാരൊക്കെയാണ് വരിക കൂടുതലും. അപ്പോൾ അമ്മമാർക്കാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും, വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ ഭയങ്കര എന്നെ കുറേ കാലമായിട്ട് അറിയണ മാതിരിയാ എല്ലാവരും വരിക. പ്രൈവസി ഇടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുന്ന സമയത്തും ഒക്കെ ആയിട്ട്? അങ്ങനെയൊന്നുമില്ല, എനിക്കും ഇഷ്ടം ഇങ്ങനെ വരുന്നതൊക്കെ, ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഏറ്റവും കൂടുതൽ പാടി കേൾക്കാൻ പറയുന്ന പാട്ട് ഏതാ? കൃഷ്ണയുടെ വോയിസിൽ ആരെങ്കിലും വന്നു മോളെ ഈ പാട്ടൊന്ന് പഠിത്തരോ പ്ലീസ്, കേൾക്കാൻ കൊതിയായിട്ട്. എത്രയോ ജന്മമായി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കൂടെ ചോദിക്കട്ടെ, എന്നെ കാര്യം ഇത് കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു നമുക്ക്. കാറ്റോടു മേഘം ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം മായുന്ന സന്ധ്യേ തേടി ഈറന്നിലാവിൻ പരാഗം ഇന്നും നിമ്മടയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എന്ത് രസമായിട്ടാ! ഇത് ഇഷ്ടമുള്ള പാട്ടാണോ? എല്ലാരും പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്, പാടാനും ഇഷ്ടമാണ്. പാടാനും ഇഷ്ടമാണ്. ചെറുപ്പത്തില് പാടിയ പാട്ടുകളില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ? പണ്ട് കാലങ്ങളിൽ പാടുന്ന പാട്ടുകളില്? പണ്ട് എനിക്ക് സുജാത ആന്റിയുടെ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം കുറെ പേര് പറയും എനിക്ക് സുജാത ആന്റിയുടെ പാട്ടുകൾ നന്നായിട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ കുറെ ഇരുന്ന് കേൾക്കും. നമ്മൾ ആ പഞ്ഞി പോലത്തെ വോയിസ് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ 2 ഫേവറേറ്റ്സിൽ ഒന്ന് ചിത്രമ്മ, ഒന്ന് സുജാത ആന്റിയായിരുന്നു. അപ്പൊ എനിക്ക് പ്രണയമണി തൂവൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കറക്റ്റ്, മഴത്തുള്ളി വീഴുന്ന പോലെ തന്നെ അതേ ശബ്ദം. പക്ഷെ അന്ന് ചെറുതായതുകൊണ്ട് അത്രയും പെർഫെക്ഷനിലൊന്നല്ല. ഞാൻ അത് പണ്ടൊരു ഷോയില് പാടിയിട്ടില്ലേ? ചെറുതാ പാടിയിട്ടില്ലേ? ഏറ്റവും പണ്ടുണ്ടായ ഷോയില്. പക്ഷെ അന്ന് 10 വയസ്സായ ആ ഒരു പെർഫെക്ഷനിലേ പാടിയിട്ടുള്ളൂ. അല്ലാണ്ട് അത് പിന്നീട് ഒരിക്കലും ഒരു പ്രാവശ്യം ഈ ഷോയിലോ അങ്ങനെ ഇപ്പോഴുള്ള ഏതെങ്കിലും ഷോയിൽ എനിക്ക് അതൊന്ന് നന്നായിട്ട് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ റൈറ്റ്സ് ഇല്ല. ഒരു കവറൊക്കെ ചെയ്ത് പാടാലോ അല്ലേ? ഇറ്റ് വിൽ സൂട്ട് യുവർ വോയിസ് ഓൾസോ. ഒരു 10 വർഷം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വേ വുഡ് യു ലൈക്ക് ടു സീ യുവർ സെൽഫ്? ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് എല്ലാം ചെയ്ത് പ്രോഗ്രാംസ് എല്ലാം ചെയ്ത് നടക്കണം എന്നുണ്ട്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യാൻ കമ്പോസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണോ?
ആ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കുറെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കുറെ പേര് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര കൊള്ളാം അങ്ങനെ തോന്നും. ഇതുവരെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ സ്വന്തമായിട്ട് കോമ്പോസിഷൻ പോലെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോഴാണ് ഞാൻ അതിനെ പറ്റി ആലോചിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇവരുടെ കൂടെയൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അപ്പൊ അവര് വർക്ക് ചെയ്യുന്ന ഓരോ കഥകളും അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ക്ലാസിക്കൽ പഠിച്ചില്ല പറഞ്ഞു, എന്നാലും ഇഷ്ടപ്പെട്ട പ്രത്യേക രാഗം എന്തെങ്കിലും ഉണ്ടോ? ചില പാട്ടുകൾ, ഇഷ്ടമുള്ള പാട്ടുകളുടെ ആ ഒരു ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ തോന്നിയ പാട്ട്? ചില രാഗങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ളതുണ്ട്. എനിക്ക് ഹംസധ്വനി ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ കാപ്പി, അങ്ങനത്തെ ഫീൽ ഗുഡ് രാഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതാ ഞാൻ ചോദിച്ചത്. ചിലപ്പോൾ ഉണ്ടാവില്ല, എല്ലാ സിംഗറിനും ഉണ്ടാവും പ്രത്യേക രാഗത്തിനോടൊരു താല്പര്യം. ഇപ്പൊ ഒരാൾ കേൾക്കുമ്പോൾ പറയാണ്, ഷോ ഈ കുട്ടി ഭയങ്കര ടാലന്റഡ് ആണല്ലോ, എന്ത് രസമായിട്ടാണ് പാടുന്നതെന്ന് ഒരാള് അവിടെ നിന്ന് പറയുമ്പോൾ കൃഷ്ണയുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുന്നുണ്ടാവുക? അതിനോടുള്ള സൈലന്റ് റിയാക്ഷൻ, മൈൻഡ് വോയിസ് എന്തായിരിക്കും? ഹായ്, എനിക്ക് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ അതിനുള്ള മറുപടി പുറത്ത് പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ എന്താ മറുപടി പറയാ? മനസ്സില് അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഇങ്ങനെ കുറച്ച് ടോപ്പായിരിക്കും. വളരെ ഓണസ്റ്റ് ആയിട്ട്. പക്ഷെ ചിലര് നമ്മളെ മനസ്സിലായിട്ട് പിന്നെ സംസാരിക്കാൻ ചിലരല്ലേ വരുള്ളൂ. വെറുതെ ആൾക്കാർ കൃഷ്ണശ്രീ അങ്ങനെ പറഞ്ഞു പോവില്ലേ ചെയ്യുള്ളൂ കുറെ പേരൊക്കെ. പക്ഷെ എനിക്ക് വന്ന ഒരു മിണ്ടുന്നത് ഇഷ്ടം. അപ്പൊ ഞാൻ ഇടക്ക് അങ്ങോട്ട് പോയി സംസാരിക്കും. അവർക്ക് മടിയാണെങ്കിൽ എന്താ പറയാ? അപ്പൊ അല്ല, അവരിങ്ങനെ കൊറേ സമയം നോക്കി നോക്കണം, ഞാൻ തന്നെയാ അധികം ആലോചിക്കണ്ട എന്ന് പറയോ? അങ്ങനെയൊന്നും പറയില്ല, ഞാൻ എടുത്തു വരുമ്പോ അപ്പൊ പറയും, സംസാരിക്കും. അമ്മ ആലോചിച്ചോണ്ടിരിക്കുക, അമ്മ എന്തൊക്കെയോ പറയുന്നു. നമ്മള് ഒരു റിയാലിറ്റി ഷോയിലൊക്കെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട് അതിൽ. നമുക്ക് കുറേ കോൺഫിഡൻസ് കൊണ്ടുവരുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അതിൻ്റെ അവസാന സ്റ്റേജ് വരെ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. സോ ഇറ്റ് മൈറ്റ് ബ്രേക്ക് എ പേഴ്സൺസ് കോൺഫിഡൻസ് ഓൾസോ, ഒരു മുക്കാഭാഗം എത്തി വരുമ്പോൾ. അങ്ങനെയുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ കുറച്ച് പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറച്ച്. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല. പക്ഷെ ഞാനൊരു പണ്ട് ഞാൻ ടോപ്പ് സിംഗറിൽ ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു, സീസൺ 1 ടൈമിൽ. അപ്പോൾ ഞാൻ കുറേ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്റ്റേജ് ഓഡിഷനിൽ എത്തുന്നത്. ഒരു 5 ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റേജിൽ പാടുന്നത്. അത് സ്റ്റേജിൽ പാടിയിട്ട് അന്ന് സെലക്ട് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് വിഷമമായി. പക്ഷെ നെക്സ്റ്റ് ഒരു വീക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനും ബെറ്ററായി പാടി എനിക്ക് അടുത്തതിൽ കയറണം, അങ്ങനെ ഒരു സാധനം എനിക്ക് വന്നു. അങ്ങനെയാണോ എല്ലാവർക്കും എനിക്കറിയില്ല. പക്ഷെ എനിക്കത് കുറച്ചുകൂടെ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനൊരു തോട്ടാണ് എനിക്ക് വന്നത്. സാധാരണ ഈ ഒരു എലിമിനേഷൻ പോയിന്റിലൊക്കെ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ തന്നെ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പലരെ കുറിച്ചും പിന്നെ നമ്മൾ കേൾക്കുക പോലുമില്ല. അവരവരുടെ ലൈഫുമായിട്ട് എത്രയോ ഒരു ഷോക്ക് ഇതുപോലെ ചെയ്തപ്പോൾ അതിൽ കുറച്ച് ക്രീം ആയിട്ടുണ്ടായിരുന്ന 3-4 പേര് നമുക്ക് കാണാം. ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ടും ആളുകൾക്ക് ചെയ്യാം, അതിന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അല്ലാത്ത ഒരുപാട് കാറ്റഗറി കിഡ്സ് ഉണ്ടല്ലോ. വാട്ട് വുഡ് യു ലൈക്ക് ടു ടെൽ ദം those who are losing an opportunity? നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു 5 മിനിറ്റ് അല്ല എല്ലാവരുടെയും ടാലന്റും അതും ഇതൊന്നും. കാരണം സ്റ്റേജിൽ ചിലപ്പോൾ നമുക്ക് ആ 5 മിനിറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കിയിട്ടാണല്ലോ ആ ഷോ പോകുന്നത്. അപ്പോൾ ഇതൊന്നും അല്ല ഒരാളുടെ ടാലന്റ് മെഷർ ചെയ്യുന്നതോ, അതൊന്നും ഒരു 5 മിനിറ്റ് അല്ല. ഇത്രേ ഉള്ളൂ. എന്തായാലും മുന്നോട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുക, ഡോണ്ട് സ്റ്റോപ്പ് ദെയർ. ഒരു വൈറൽ ആവുന്ന ഒരു സോങ്ങും നല്ല പാട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? വ്യത്യാസമുണ്ട്. വൈറലാവുന്ന ഒട്ടുമിക്ക പാട്ടുകളും അത്ര ടെക്നിക്കലി അത്ര ഭയങ്കര, പക്ഷേ എല്ലാവരും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്ന പാട്ടുകൾ അങ്ങനത്തെയാ. അപ്പോൾ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടിനും ഞാൻ ഈക്വൽ ടിക്ക് കൊടുക്കും. രണ്ടു തരവും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും. പാട്ടിന്റെ പണ്ടത്തെ പാട്ടുകളുടെ ക്വാളിറ്റി ഇല്ല അങ്ങനെയൊക്കെ. അപ്പോൾ ആസ് എ പേഴ്സൺ ഓഫ് ദിസ് ജനറേഷൻ കുറച്ചുകൂടെ ടെക്നിക്കലി ഭയങ്കരമായിട്ട് പാടാനുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോസിലെല്ലാം കുറച്ച് മുന്നത്തെ പാട്ടുകളൊക്കെയാണല്ലോ വരിക ചൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ടെക്നിക്കലി പാടാൻ കുറച്ച് നന്നായിട്ടുള്ള
ഭയങ്കര രസമുള്ള പാട്ടുകളുണ്ട്. ഇപ്പോഴത്തെ പാട്ടുകളും രസമുള്ള പാട്ടുകൾ. പക്ഷെ പെട്ടെന്ന് മറന്നു പോവാൻ സാധ്യതയുണ്ട് അല്ലേ, അതെ. ഒരു സീസൺ കഴിയുമ്പോൾ. ഇത് കമ്പോസ് ചെയ്യുന്നവർക്കും അതറിയാം. ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നോണ്ടാണ് അത് ജനങ്ങളുടെ ആസ്വാദനം മാറിയത് കൊണ്ടാണോ തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അയ്യോ അതും അറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ആലോചിക്കുക, കാര്യം ഇവരാരും നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ അറിയാത്തവരായതുകൊണ്ടും കൂടിയല്ല അല്ലേ. ഇപ്പത്തെ ജനറേഷന് ഇഷ്ടവും കേൾക്കാൻ ഇഷ്ടവും ഒക്കെ കുറച്ചൊരു ഫാസ്റ്റ് മൂവി അല്ല, ലിറിക്സ് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. മോളൊരു പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും ആദ്യം ഗായിക എന്നുള്ള രീതിയിൽ മാത്രമല്ല ആസ്വദിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ വരികളാണോ അതോ അതിൻ്റെ ട്യൂണാണോ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെടുക, ശ്രദ്ധിക്കുക? ചില വരികൾ ഭയങ്കര നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അല്ല, ഫസ്റ്റ് ഞാൻ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ട്യൂൺ കേൾക്കുന്ന ആളായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ വരിയിലേക്ക് ശ്രദ്ധിച്ച് അതിലെ അതെ അതെ രണ്ടും. പക്ഷെ ഈക്വലി അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള വരികളുള്ള ഒരു പാട്ട് ഏതായിരിക്കും? ഒരു തമിഴ് സോങ്, ഇന്നും കൊഞ്ചം നേരം. എനിക്ക് ഞാൻ പറഞ്ഞില്ല, തമിഴ് പാട്ടുകൾ കിട്ടി അപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകും. എനിക്കും തമിഴ് പാട്ടുകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. എന്താന്ന് അറിഞ്ഞൂടാ, ഞാൻ പക്ഷെ പഠിച്ചത് അവിടെയാ, തമിഴ്നാട്ടിലാ പഠിച്ചേ. അതുകൊണ്ടായിരിക്കും എനിക്ക് പാടാൻ എന്തോ നാവിന് വഴങ്ങുന്നത് തമിഴാന്ന് കൂടുതൽ തോന്നിയിട്ടുണ്ട്. യൂസിങ് മലയാളം ഓൾസോ വെരി വെൽ. അപ്പോൾ ഇത് മീനിങ് അറിഞ്ഞപ്പോ ഇത് ശരിക്കും കോൺവെർസേഷൻ പോലെയാണല്ലോ, പാട്ട് പോലെയല്ലല്ലോ, സംസാരമാണല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പഠിത്തരും രണ്ടുപേരും. കടൽ கண்ணு ரெண்டும் மயங்கதே மயங்கதே உன்னிடம் சொல்லவே தயங்குதே இந்த உப்ப காத்து இனிக்குது உன்னையும் என்னையும் இழுக்குது என்ன இழுக்காய மனசு நிறையுமே இந்த மீனுடம்பு வாசனை என்ன நீ தொட்டதும் மணக்குது இந்த இரவெல்லாம் நீ பேச தலையாட்டி நான் ரசிப்பேன் இன்னும் கொஞ்சம் நேரம் இருந்தாத என்ன அவசரம் என்ன அவசரம் പൊന്നേ. സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ശ്വേത ഒരു കവറും ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ പാട്ട് ശരിക്കും ശ്രദ്ധിക്കുന്നത്. പിന്നെയാണ് അതിന്റെ ഒറിജിനൽ പോയി കേൾക്കുന്നത്. രസമായിട്ടാണ് പാടിയിരിക്കുന്നത്. യു ആർ ഓൾസോ സിംഗിങ് വെരി വെൽ. ആ ഇമോഷൻസ് ഒക്കെ. ഒരു പാട്ട് ടെക്നിക്കലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സോങ് ചൂസ് ചെയ്യുമ്പോൾ ഹൗ ഡു യു മേക്ക് പ്രിപ്പറേഷൻസ് ഫോർ ഇറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ ലിറിക്സ് എഴുതി പഠിക്കും. പിന്നെ ഒരു നമുക്ക് കുറേ ആപ്പുകൾ അവൈലബിൾ ആണല്ലോ, പാട്ട് സ്ലോ ഡൗൺ ചെയ്ത് നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യും. എന്നിട്ട് അത് മെല്ലെ മെല്ലെ ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് പഠിക്കില്ല, പോർഷനായി വെച്ചിട്ട് ഓരോ ദിവസവും ഇത്രയായിട്ട് പഠിക്കും. നമ്മൾ ഒരുമിച്ച് ഒരു ലോഡ് ഫുള്ളായിട്ട് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുക. അപ്പൊ ഞാൻ കുറച്ച് പോർഷനായിട്ട് ഒരു മിനിറ്റൊക്കെ ഒരു ദിവസം പഠിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ, അത്ര വലിയ പാട്ടൊക്കെ ആണെങ്കിൽ 1.5 മിനിറ്റൊക്കെ പഠിക്കും. അതേപോലെയാണോ പഠിക്കുക? എക്സാക്ട്ലി ഡു യു ട്രൈ ടു അബ്സോർബ് ചെയ്ത് പഠിക്കാൻ നോക്കാറുണ്ട്? അബ്സോർബ് ചെയ്ത് പഠിക്കും. ദെൻ അവിടെ ചെന്നാല് ചേഞ്ചസ് വരുത്തും കുറച്ച്. ഞാൻ പറഞ്ഞില്ലേ ആഡ് ഓൺ. മനസ്സിലായി. അപ്പൊ അവിടെ ചെല്ലുന്ന വരെ നമ്മൾ അത് തന്നെ പഠിച്ചു പോകണം. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആഡ് ഓൺസ് ചെയ്യാം, നമുക്ക് ഇംപ്രവൈസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പാട്ടില്. പക്ഷെ അവരെ കൂടെ കേൾപ്പിച്ച് അപ്രൂവൽ വാങ്ങിയ ശേഷം പാടാം. അങ്ങനെ പാടാൻ ഇഷ്ടമാണോ നമുക്ക്? ഇംപ്രവൈസ് ചെയ്ത് പാടാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ അത് എൻജോയ് ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പൊ ഈ കുറെ അൺപ്ലഗ്ഡ് വേർഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതെല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മളുടേതായ രീതിയിൽ. ഒരു പാട്ട് ഇപ്പൊ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു പാട്ടിൽ ഒരു ഇത് തെറ്റിപ്പോയി തീർന്നു, അങ്ങനെ തന്നെ പാടിക്കൊള്ളണം എന്നുള്ള അല്ല. എല്ലാരും അതെ, പ്രേക്ഷകരാണെങ്കിലും എല്ലാരും വിമർശിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ട് മാറ്റങ്ങളൊക്കെ. ഡു യു ഫീൽ ദാറ്റ്? ഭയങ്കര ചില പാട്ടുകൾ, പിന്നെ ചില പാട്ടുകളൊന്നും ഒരു ഇംപ്രവൈസേഷനും ഇല്ലാതെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതിൽ നമ്മൾ ഒന്നും ചെയ്താൽ പോലും ചെയ്താൽ അത് അത്ര എടുത്ത് നിൽക്കൂല്ല. അങ്ങനത്തെ പാട്ടുകളുണ്ട്, കുറെ പഴയ പാട്ടുകളൊക്കെ അങ്ങനത്തെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ പാട്ടുകൾ, ചില പാട്ടുകളൊക്കെ കേട്ടാലേ നമുക്ക് ഓക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല രസം ഉണ്ടാവും.
പാട്ടിന്റെ ഭംഗി കളയാത്ത രീതിയിൽ. ഭംഗി കളയാത്ത രീതിയിൽ, എന്നാൽ പിന്നെ ഇംപ്രവൈസ് ചെയ്യാൻ സ്കോപ്പുള്ള പാട്ടുകൾ ചൂസ് ചെയ്യും ഇപ്പം, എന്നിട്ട് അങ്ങനെ പാടാറുണ്ട്. ഹിന്ദിയിലൊക്കെ ആരെയാ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം? ശ്രേയ ഘോഷാൽ, എന്നാൽ ലതാജിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. പഴയ ഏതെങ്കിലും ഒരു പാട്ടും കൂടെ പാടി തന്നിട്ട്. പഴയ ഹിന്ദിയാ? ലതാജി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത്. അല്ലെങ്കിൽ ശ്രേയാജിയുടെയോ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ഹിന്ദി പാട്ടും കൂടി. ലതാജിയുടെ പാട്ട് ആയിക്കോട്ടെ. हमको मिली है हमको मिली है आज ये घड़ियां नसीब से, हमको मिली है आज ये घड़ियां नसीब से, जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो न हो, शायद फिर इस जन्म में मुलाकात लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले. എല്ലാ പാട്ടിന്റെയും ഫാനായി, എല്ലാ പാട്ടിന്റെയും. അതെ, അവള് പാടുന്ന സമയത്ത് കറക്റ്റ് ആ അബ്സോർബ് ചെയ്ത് പഠിക്കുന്നതിന്റെ എല്ലാം കാണാനുണ്ട്. ഒന്നും എവിടെയും ആ ഒരു മാറ്റം ഒന്നുമില്ല, അതേപോലെ തന്നെ ഒറിജിനൽ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചിരുന്നു, സ്വന്തം വോയിസിൽ റീക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? ഏതെങ്കിലും പാട്ട് മനസ്സിൽ വരുന്നുണ്ടോ? ഇതിൻ്റെ ഒരു റീമിക്സ് വേർഷൻ എനിക്ക് പാടാൻ ആഗ്രഹമുണ്ട് എന്ന് തോന്നിയ, അല്ലെങ്കിൽ ഈ പാട്ട് ദൈവമേ എനിക്ക് എൻ്റെ കാലഘട്ടത്തിൽ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ പാട്ട് വല്ലതും ഉണ്ടോ? കണ്ടുകൊണ്ടേൻ. ഓക്കെ, അത് ഞാൻ പാടി കേട്ടിട്ടുണ്ട്. അതെ, മോള് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. പാടി ഞാൻ കേട്ടിട്ടുണ്ട്. Will you sing that also? Am I bothering you, making you sing all the songs? എനിക്കും ഇഷ്ടം ഈ പാട്ടുകളൊക്കെ. ഞാൻ പാടി എന്ത് രസം കേട്ടിരിക്കാനായിട്ട്. 1 മണിക്കൂറിൽ കൂടുതൽ പാട്ട് കേൾക്കൽ തന്നെയായിരുന്നു. മേഘം തീരന്താൽ അതற்குള്ളും മുഖം பார்க்கிறேன், பூக்கள் தீரந்தால் அதற்குள்ளும் குரல் கேட்கிறேன், கண்களை திரண்டும் கனவுகள் வளர்க்கும், காதலன் வீரர்கள் கல்லையும் துறக்கும், உன்னை தேடி இனி எனது பயணமோ இந்த சாலைகள் உன் வீட்டில் முடியுமோ, என் காதல் தேவனே எனது இமையில் உனது விழிகள் மூடவே, கண்டு கொண்டேன் காதல் முகம் கண்டு கொண்டேன். താങ്ക് യു ഫോർ സിംഗിങ് സോ മെനി സോങ്സ്. ഇതേ ഒരു ക്യൂട്ട്നെസ്സോടുകൂടി തന്നെ എപ്പോഴും ഫോർ എവർ കൂടുതൽ നല്ല പാട്ടുകൾ പാടി ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ബിഫോർ വൈൻഡിങ് അപ്പ്, വൺ മോർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു ഇസ്, എന്താ പറയുക, എപ്പോഴും ലിവിങ് അപ്പ് ടു ജഡ്ജസ് എക്സ്പെക്റ്റേഷൻസ് എന്നൊരു കാര്യം മൈൻഡിലുണ്ടോ? അങ്ങനെ ബിക്കോസ് ഇപ്പോൾ ബൈ ദ ടൈം ഇപ്പോൾ ആയപ്പോഴേക്കും എവ്രിബഡി ഹാവ് എ പിക്ചർ അബൌട്ട് യു. കൃഷ്ണശ്രീ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ അറിയാം എങ്ങനെയായിരിക്കും ആ സിംഗിങ് എന്നുള്ളത്. സോ അത് എപ്പോഴും അതൊരു മൈൻഡിൽ തോന്നാറുണ്ടോ? ഓർ ആർ യു ജസ്റ്റ് അങ്ങനെയാണോ? കുറച്ച് പാട്ടുകളെല്ലാം കഴിയുമ്പോഴേക്കും നമ്മളെ പറ്റി ഒരു എക്സ്പെക്ടേഷൻ ആവുമല്ലോ. അപ്പം ചില പാട്ടുകൾ കിട്ടുമ്പോൾ ഓക്കെ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചില സമയത്ത് ഒരു തോട്ട് ഉണ്ടാവാറുണ്ട്. അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചില സമയത്ത് സങ്കടമാവും, അയ്യോ അത് വിചാരിച്ച പോലെ പാടാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വിചാരിക്കാറില്ല. പിന്നെ ആ ഒരു ടൈംലി ടെമ്പററി, ആ ഒരു മൊമെന്ററി അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ
കൊടുക്കുമ്പോൾ അപ്പം നമുക്ക് കുറച്ച് എക്സ്ട്രാ ഒരു പ്രഷർ വരുമല്ലോ. ഓക്കെ, നമ്മൾ അപ്പം അത്രയും ആക്കണം എന്നുള്ള ഒരു ലെവല്. അപ്പം അങ്ങനെയൊന്നും ഞാൻ ഇപ്പം ശ്രദ്ധിക്കാം. സമയം എടുക്കും ആ ഒരു പ്രഷർ ഒന്ന് ഓവർകം ചെയ്ത് ബാക്ക് ടു നോർമൽ കൃഷ്ണശ്രീ ആവാൻ? ഒരു ദിവസം ബാക്ക് ടു ഫോം. നമ്മൾ അടുത്ത പാട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നു, പോകുന്നു അല്ലേ? ഒരു ദിവസം ഞാൻ ആക്ച്വലി എടുക്കില്ല. നമ്മൾ പാട്ട് കഴിഞ്ഞാൽ അടുത്ത ആള് പാടുമല്ലോ, അപ്പോഴേക്കും ആ പാട്ടിന്റെ ഹാങ് ഓവറിൽ നമ്മളിത് മറക്കും. പിന്നെ രാത്രി വന്നാലേ ഇന്നത്തെ പാട്ട് കുറച്ചുകൂടെ നന്നൊക്കെ അങ്ങനെ ഉണ്ട്. ഞാനിത് എടുത്ത് ചോദിക്കുന്നത് എന്താണെന്നറിയാം, ഒരുപാട് കുട്ടികളുണ്ടാവും അതുപോലെ മോൾ ഏജിൽ പാടാൻ ആഗ്രഹിക്കുന്നവര്, പാടാൻ പറ്റാത്തവര്. അപ്പൊ അവർക്ക് ഇത് കേൾക്കുമ്പോ ഇതൊക്കെ ഞങ്ങൾക്കും അപ്പൊ വേണമെങ്കിൽ പരിശ്രമിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ഞങ്ങൾക്കും ഇതൊക്കെ സംഭവിക്കാന്നൊരു തോന്നൽ വരും. അത് കേൾക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പറഞ്ഞു. എനിവേസ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പോൾ ഫിനാലെയൊക്കെ വരാൻ പോവാണ്. ഏറ്റവും നല്ല റിസൾട്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി നെക്സ്റ്റ് വേർഷനിൽ ഞാൻ കാണുമ്പോഴേക്കും പ്ലേ ബാക്ക് സിംഗർ കൃഷ്ണശ്രീയെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.